ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്മിത. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET എൻട്രൻസ് പേപ്പറിൽ വരുന്ന കുറച്ച് ബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എൻറ്റയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല. രണ്ട് ചാപ്റ്റേഴ്സാണ്, അതായത് മെയിൻലി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ, അതുപോലെ തന്നെ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു മോർ ദാൻ 30 ഓർ 25 to 30 ക്വസ്റ്റ്യൻസ് എന്ന് വന്നിട്ടുണ്ട്. അതായത് ഈ രണ്ട് ചാപ്റ്റേഴ്സും നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് CUET എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അതായത് മറ്റുള്ള ഏത് ചാപ്റ്റേഴ്സിനേക്കാളും ജെനറ്റിക്സിൻ്റെ യൂണിറ്റ് കൃത്യമായിട്ട് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് നന്നായിട്ട് നമ്മൾ ഷാർപ്പായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് പേപ്പറിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻഡിവിജ്വൽസ് വിത്ത് കാരിയോടൈപ്പ് ഓഫ് 44+XXY having overall masculine development with few feminine development like gynecomastia has dash chromosomal disorder. അപ്പോൾ ഇത് എവിടെയാ, ആ ചാപ്റ്ററിൽ എവിടെയാണ് വരുന്നത്? ഒരു ലാസ്റ്റ് പോർഷനിലാണ് വരുന്നത്. ലാസ്റ്റ് പോർഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഡിസോർഡേഴ്സിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ? രണ്ട് ടൈപ്പ് ഡിസോർഡേഴ്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന് മെൻഡീലിയൻ ഡിസോർഡർ, ഒന്ന് ക്രോമോസോമൽ ഡിസോർഡർ. അപ്പോൾ മെൻഡീലിയൻ ഡിസോർഡർ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ മെൻഡീലിയൻ ഡിസോർഡേഴ്സ്, ക്രോമോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, വാട്ട് ആർ മെൻഡീലിയൻ ഡിസോർഡേഴ്സ്, വാട്ട് ആർ ക്രോമോസോമൽ ഡിസോർഡേഴ്സ്, പെട്ടെന്ന് നമുക്കത് റീകളക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, റൈറ്റ്. അപ്പോൾ വാട്ട് ഇസ് ക്രൈറ്റീരിയ, എന്താണ് ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ മെൻഡീലിയൻ ഡിസോർഡറിനെ മെൻഡീലിയൻ ഡിസോർഡർ എന്ന് വിളിക്കാൻ കാരണം? കാരണം അങ്ങനെയുള്ള ഡിസോർഡേഴ്സിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പാരമ്പര്യമായിട്ട് ആ ഡിസോർഡർ അടുത്ത ഓഫ്സ്പ്രിങ്ങിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമോ, അത് എത്ര ശതമാനം വരെ ട്രാൻസ്ഫർ ചെയ്യാം, 100% ട്രാൻസ്ഫറിങ് ഉണ്ടോ, അല്ലെങ്കിൽ 50% ചാൻസ് ഉണ്ടോ, 25% ചാൻസ് ആണോ? അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? ഇൻഹെറിറ്റൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നേരെ മറിച്ച് ക്രോമോസോമൽ ഡിസോർഡേഴ്സ് അങ്ങനെയല്ല. ക്രോമോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ ബുക്കിൽ 3 ഡിസോർഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡൗൺ സിൻഡ്രോം, പിന്നെ ഒന്ന് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, പിന്നെ ടേണർ സിൻഡ്രോം. ഇത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിൽ ഇത് സംഭവിക്കാം. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ എന്തോർക്കണം? മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ ഓർക്കണം. മിയോസിസ് എപ്പോഴാണ് നടക്കുന്നത്? ഡ്യൂറിങ് ദ ടൈം ഓഫ് ഗാമേറ്റ് ഫോർമേഷൻ. ഒരു മെയിലിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ ഒരു ഫീമെയിലിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം, എന്തെങ്കിലും കാരണം കൊണ്ട് അവിടുത്തെ സ്പിൻഡിൽ ഫൈബേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? മിയോസിസിൽ സാധാരണ 46 ക്രോമസോം ഉള്ള ഒരു സെല്ലിൽ നിന്ന് നമുക്ക് ഡോട്ടർ സെൽസ് എത്ര ക്രോമസോം ഉള്ളതാണ് കിട്ടേണ്ടത്? 23 ക്രോമസോം ഉള്ളതാണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണല്ലോ മിയോസിസിന് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ 46 23 ആവാൻ കാരണം തന്നെ എന്താ? സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് കറക്റ്റായിട്ട് ഇതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് മാറ്റും. മനസ്സിലായോ? 46 ക്രോമസോംസ് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടാവും, അത് രണ്ട് ഭാഗത്തു നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് വരുന്നു, 23 വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും വലിച്ച് സെപ്പറേറ്റ് ചെയ്ത് അവിടെ വയ്ക്കും. മിയോസിസിൽ നടക്കുന്ന ഒരു കാര്യമാണിത്. ഇതിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു സ്പിൻഡിൽ ഫൈബർ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കാം? ഇപ്പോൾ സപ്പോസ് 23 പിടിച്ച് വലിക്കണം, ഒരു സൈഡിലോട്ട് 23 മറ്റേ സൈഡിലോട്ട് 23 വലിക്കണം അല്ലേ? അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇവിടേക്ക് 23 ഫൈബേഴ്സും ഇവിടേക്കും 23 ഫൈബേഴ്സും വേണമല്ലോ. സപ്പോസ് ഒരു റൈറ്റ് സൈഡിലേക്കുള്ള 22 ഫൈബേഴ്സ് നോർമലി വർക്ക് ചെയ്യുന്നു, പക്ഷേ ഒരു ഫൈബർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, സ്പിൻഡിൽ ഫൈബർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? 22 എണ്ണത്തിനെ വലിക്കാൻ പറ്റുള്ളൂ. ആ ഒരെണ്ണം എന്ത് സംഭവിക്കും? ആ ഒരെണ്ണം മറ്റേ സൈഡിലോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ്. എന്തുകൊണ്ടാണ് മറ്റേ സൈഡിലേക്ക് പോകാണെന്ന് പറയണേ? കാരണം നമുക്കറിയാം ഈ 23 എണ്ണം പെയേഴ്സ് ആയിട്ടാണ് ശരിക്കും നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അല്ലേ? 46 എന്ന് പറയുമ്പോൾ 23 പെയേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പെയറിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ശരിക്കും മിയോസിസിൽ നടക്കുന്നത്. അപ്പോൾ ആ സെപ്പറേഷൻ നടക്കാതെ അത് അതിൻ്റെ ഹോമോലോഗസ് ക്രോമസോം. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ഭാഗത്തേക്ക് 23 പോകുന്നതിന് പകരം ഇപ്പം എന്ത് സംഭവിക്കും? ഒരു സൈഡിലോട്ട് 24ഉം മറ്റേ സൈഡിലോട്ട് 22 ആയിട്ട് മാറും.
മനസ്സിലായോ? ഇതിന്റെ ബേസിക് റീസൺ എന്താണ്? ഇംപ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. അത് പാരമ്പര്യമായിട്ടുള്ളതല്ല, അത് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം എന്നുള്ളതാണ് കാര്യം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സം മ്യൂട്ടേഷൻ, നമ്മുടെ ബോഡിക്കുള്ളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സ്പിൻഡിൽ ഫൈബറിന്റെ ഫങ്ഷനിങ് അബ്നോർമാലിറ്റി വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന ഡിസോർഡേഴ്സ് ആണെന്ന് നമുക്കതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് നോട്ട് മെൻഡീലിയൻ ഡിസോർഡേഴ്സ്. ഓക്കെ, സോ ദേ ആർ സെഡ് ടു ബി ക്രോമസോമൽ ഡിസോർഡേഴ്സ്. അപ്പോൾ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻഡീലിയൻ ആൻഡ് ക്രോമസോമൽ ഡിസോർഡർ. ഇനി മെൻഡീലിയൻ ഡിസോർഡേഴ്സിന് കുറേ എക്സാമ്പിൾസ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിസ്റ്റിക് ഫൈബ്രോസിസ്, താലസീമിയ, സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽകിറ്റോൺയൂറിയ, പിന്നെ ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നസ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇതൊക്കെ താലസീമിയ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? മെൻഡീലിയൻ ഡിസോർഡേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്രോമസോമൽ ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. സോ ഇൻഡിവിജ്വൽസ് വിത്ത് കാരിയോടൈപ്പ്. what do you mean by കാരിയോടൈപ്പ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. കാരിയോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പിക്ചറാണ് കണ്ടോ? നിങ്ങൾ അങ്ങനെ ഒരു പിക്ചർ കണ്ടല്ലോ, ഫോട്ടോഗ്രാഫ് ഓഫ് ക്രോമോസോംസ് വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ സൈസ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യും. സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് ദ സെൽ ഡിവിഷൻ സമയത്തുള്ള സ്ലൈഡ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് മെറ്റാഫേസ് ക്രോമസോംസ് ഇല്ലേ, മെറ്റാഫേസ് ക്രോമസോം ഉള്ള സമയത്ത് നമ്മൾ ആ മൈക്രോസ്കോപ്പിൽ നിന്ന് ഫോട്ടോഗ്രാഫ് എടുക്കും. ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ആ ക്രോമസോമിന് പ്രത്യേകം ഒരു കളറെല്ലാം കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ക്രോമസോമുകളെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരുമിച്ച് വെക്കും. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതുപോലെ ഒരേ ലെങ്ത് ഉള്ള രണ്ട് ക്രോമസോംസ് നമുക്ക് കിട്ടും. അങ്ങനെ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കാരിയോടൈപ്പിംഗ്. അപ്പോൾ ഇങ്ങനെ കാരിയോടൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ക്രോമോസോം നമ്പർ ഒന്ന് കൂടുതലാണോ ഒന്ന് കുറവാണോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, ആ ഒരു പിക്ചറിൽ തന്നെ എവിടെയാണ് ഡിഫക്റ്റ് കാണുന്നത്? നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഇവിടെയാണ് അതിൻ്റെ ഡിഫക്റ്റ് കിടക്കുന്നത്. 21ാമത്തെ പെയറാണ് അവിടെ വരാൻ പാടുള്ളൂ. പക്ഷെ എന്താ സംഭവിച്ചേ? അവിടെ 21 പെയറിന് പകരം അത് 3 എണ്ണമാണ്. ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് ആസ് ട്രൈസോമി 21. ഉണ്ടോ? അത് കഴിഞ്ഞ് 22ന് കുഴപ്പമില്ല. പിന്നെ ഇതാണ് എക്സ് ആൻഡ് വൈ ക്രോമോസോംസ്. ഇത് രണ്ടും എക്സ് ക്രോമോസോമാണ്, ഇതും എക്സ് ഇതും എക്സ്. അപ്പോൾ അവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 22 പേരിനും ഒരു പ്രശ്നമില്ല. ഈ ഒരു ഇതിന് മാത്രമേ കുഴപ്പമുള്ളൂ. പക്ഷെ അതുകൊണ്ടുള്ള പ്രോബ്ലംസ് എന്താണ് നമുക്കറിയാം അല്ലേ? ഡൗൺ സിൻഡ്രോം വരുന്ന കുട്ടികളെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പക്ഷെ എന്താ? ഇവിടെ ഡൗൺ സിൻഡ്രോം അല്ല, ഇവിടെ ഡൗൺ സിൻഡ്രോമിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോമിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്ട്രാ എക്സ് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ? ബട്ട് ദ പേഴ്സൺ ഈസ് ഓൾറെഡി ബോൺ വിത്ത് എ വൈ ക്രോമസോം. ഒരു വൈ ക്രോമസോം ഉള്ളതിന്റെ പേരിൽ ബോൺ ആസ് മെയിൽ. പക്ഷെ പിന്നീട് ഒരു എക്സ്ട്രാ എക്സ് ഉള്ളതിന്റെ പേരിൽ എന്ത് സംഭവിക്കും? എക്സ്ട്രാ ഫെമിനിൻ ക്യാരക്ടേഴ്സ് കാണിക്കും. ആ ഫെമിനിൻ ക്യാരക്ടേഴ്സിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഗൈനക്കോമാസ്റ്റിയ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി നമ്മൾ എന്താ വിളിക്കുക? ഹീ സഫറിങ് ഫ്രം ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ഓക്കെ, അപ്പോൾ ക്ലൈൻഫെൽട്ടർ സിൻഡ്രോമിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം വിൽ ബി 47 ഇൻസ്റ്റെഡ് ഓഫ് 46. റൈറ്റ്? ആ എക്സ്ട്രാ ക്രോമസോം വരുന്നത് എവിടെയാണ്? എക്സ്ട്രാ ക്രോമസോം വരുന്നത് സെക്സ് ക്രോമസോമിന്റെ കൂടെയാണ്. ഗോട്ട് ഇറ്റ്? സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ക്ലൈൻഫെൽട്ടേഴ്സ് സിൻഡ്രോം. റൈറ്റ്? ആൻഡ് ബാക്കിയുള്ളത് ടേണേഴ്സ് സിൻഡ്രോമിന്റെ ഫീച്ചർ എങ്ങനെയാണ്? ടേണേഴ്സ് സിൻഡ്രോം എങ്ങനെയാണ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്? 44 + XO. മനസ്സിലായോ? ദാറ്റ് ഈസ് ടേണേഴ്സ് സിൻഡ്രോം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം ഇൻസ്റ്റെഡ് ഓഫ് 46 ഇറ്റ് വിൽ ബി 45 ഉണ്ടാവുള്ളൂ ടോട്ടൽ നമ്പർ. ഡൗൺ സിൻഡ്രോം എങ്ങനെയാ? 45 ഓട്ടോസോംസ് പ്ലസ് ഐദർ XX ഓർ XY. കണ്ടോ? അപ്പൊ ഇത് മൂന്നും എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇത് മൂന്നും ക്രോമസോമൽ ഡിസോർഡേഴ്സിന് എക്സാമ്പിൾ ആണ്. And all these comes because of or happens because of the improper functioning of spindle fibers. Spindle fibers പിടിച്ചു വലിക്കുന്ന spindle fibers കറക്റ്റ് ആയിട്ട് വരുന്നില്ല, ഫങ്ഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴാണ്. ആൻഡ് ദ ബേസിക് റീസൺ ഈസ് ഫെയിലിയർ ഓഫ് segregation of chromosomes എപ്പോ?
during anaphase 1 of meiosis. During anaphase 1 of meiosis. ഇത് ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് ആ, ഇത് കൃത്യമായിട്ട് നമ്മൾ അറിയണം. സോ ദിസ് ഇസ് ദ ബേസിക് റീസൺ ഫോർ ഓൾ ദീസ് സിൻഡ്രോംസ്. ഓക്കെ, റൈറ്റ്. സോ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ 1. നെക്സ്റ്റ്, which of the following enzyme brings about hydrolysis of lactose to glucose and galactose? ഇത് ചാപ്റ്റർ molecular base of inheritance ആണ്. And this comes under the topic gene regulation. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അങ്ങനെ ഒരു ജീൻ റെഗുലേഷൻ എന്ന ടോപ്പിക് പറഞ്ഞിട്ടില്ല. ലാക് ഓപ്പറോൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് ലാക് ഓപ്പറോൺ? അപ്പോൾ എന്താണ് ജീൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ? ജീൻ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ DNA മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ്. പക്ഷേ ഈ പ്രോട്ടീൻസ് എപ്പോഴും നമുക്ക് ആവശ്യമുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ ഈസ് എ പ്രോട്ടീൻ വിച്ച് ഇസ് ആക്ടിങ് ആസ് എ ഹോർമോൺ, റൈറ്റ്? നമുക്ക് എപ്പോഴും ഇൻസുലിൻ, ഡു വി നീഡ് ഇൻസുലിൻ ഓൾവേസ്? ആവശ്യമുണ്ടോ? ഇല്ല. എപ്പോഴേ ഇൻസുലിൻ്റെ ആവശ്യമുള്ളൂ? നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി വരുമ്പോൾ, അത് ഗ്ലൂക്കോസ് ലെവല് നോർമലിനേക്കാളും കൂടിയാലോ കുറഞ്ഞാലോ പ്രശ്നമാണ്, അല്ലേ? കൂടി കഴിഞ്ഞാലാണ് പ്രോബ്ലം. കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻസുലിൻ വരുന്നു, എന്നിട്ട് എക്സ്ട്രാ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റി ലിവറിൽ പോയി സ്റ്റോർ ചെയ്യും, അല്ലേ? ഇത് കുറഞ്ഞു കഴിഞ്ഞാലോ, ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാലോ, വേറൊരു ഹോർമോൺ ഉണ്ട്, ദാറ്റ് ഈസ് അഗൈൻ അനദർ പ്രോട്ടീൻ കോൾഡ് ആസ് ഗ്ലൂക്കഗോൺ. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി നോർമൽ ലെവൽ കീപ്പ് ചെയ്യും. ഓക്കെ, ഇതാണല്ലോ നോർമലി നടക്കുന്നത്. അപ്പോൾ എന്താ അർത്ഥം? ഓരോന്നിനും റെഗുലേഷൻ ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഫോം ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ലാക് ഓപ്പറോൺ. ലാക് ഓപ്പറോൺ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ we are discussing about the molecule called as lactose. Lactose. Basic ആയിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താ? lactose to be converted into glucose and galactose. Glucose plus galactose. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇവിടെ ഏത് എൻസൈം വേണം? ഇവിടെ എൻസൈം ആവശ്യമുള്ളത് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം വേണം. ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന എൻസൈം വേണം. അപ്പോൾ നമ്മൾ ഈ ജീൻ റെഗുലേഷൻ ബേസിക്കലി പഠിച്ചിട്ടുള്ളത് ബാക്ടീരിയയിലാണ് നമ്മൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഈ പറയുന്ന പ്രോസസ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്ടീരിയയിൽ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? ഈ ഒരു ലാക്ടോസ് മെറ്റബോളിസത്തിനോടനുബന്ധിച്ച് ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ജീൻ ദാറ്റ് ഈസ് വർക്കിംഗ്. ഒരു ജീൻ വർക്ക് ചെയ്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീൻ മാത്രം വർക്ക് ചെയ്താൽ പോരെ? അതായത് ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ബീറ്റാ ഗാലക്ടോസിഡേസ് മാത്രം ഉണ്ടായാൽ പോരെ? പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ ആലോചിക്കണം. സപ്പോസ് നമ്മൾ ഒരു ബാക്ടീരിയനെ കൾച്ചർ മീഡിയത്തിലിട്ട് വളർത്താമെന്ന് വിചാരിക്കാം. സപ്പോസ് ദിസ് ഇസ് എ കൾച്ചർ മീഡിയം. അപ്പോൾ ബാക്ടീരിയൽ കൾച്ചർ ഇവിടെ വളരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്രിയൻ മീഡിയം ഒഴിച്ചു കൊടുക്കും. ഈ ന്യൂട്രിയൻ മീഡിയത്തിനകത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യും ഏത് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് കൊടുക്കണം. ഗ്ലൂക്കോസ് കൊടുക്കണോ, നേരിട്ട് ഗ്ലൂക്കോസ് കൊടുക്കണോ, അതല്ല ലാക്ടോസ് ആണോ കൊടുക്കേണ്ടത്, അതല്ല സൂക്രോസ് കൊടുക്കണോ എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. ലൈക്ക് ഇഫ് ഐ എം ഡൂയിങ് ദ എക്സ്പെരിമെന്റ് ഐ വിൽ ബി ഡിസൈഡിങ് എന്ത് ന്യൂട്രിയൻ മീഡിയൻ്റ് ആണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കും. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ലാക്ടോസ് ആണെങ്കിൽ ബാക്ടീരിയക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ട് വേണം എനർജി എടുക്കാൻ. ശരിയാണല്ലോ? അപ്പോൾ എന്താണ് അപ്പോൾ അവിടെ റിക്വയർമെന്റ് എന്താ? സപ്പോസ് ദിസ് ഇസ് എ ബാക്ടീരിയം. ഈ ബാക്ടീരിയത്തിനകത്തേക്ക് ഹൂ ഷുഡ് എൻറ്റർ? ഞാൻ കൊടുത്തിട്ടുള്ള ന്യൂട്രിയൻ മീഡിയം, ഈ ലാക്ടോസ് ഗ്ലൂക്കോസ് ഇതിൻ്റെ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കയറണ്ടേ? സോ ദിസ് ഇസ് ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ. ആൻഡ് ദിസ് ഇസ് ലാക്ടോസ് മോളിക്യൂൾ ഇൻ ദ മീഡിയം. ലാക്ടോസ് മോളിക്യൂൾ ഇൻ ദ മീഡിയം. അപ്പോൾ ഈ ലാക്ടോസ് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കണമെങ്കിൽ ഇവിടെ വേറൊരു എൻസൈം വേണം. എന്തെന്നറിയോ? എൻസൈമിൻ്റെ പേരാണ് പെർമിയേസ്. അനദർ എൻസൈം ഈസ് പെർമിയേസ്. Permease permit the entry of lactose into where? The bacteria. ഉണ്ടോ? അപ്പോൾ ബീറ്റാ ഗാലക്ടോസിഡേസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പെർമിയേസ് ആദ്യം പെർമിയേസ് ഉണ്ടാവണം. എന്നിട്ട് പെർമിയേസ് ഷുഡ് മേക്ക് ദ ലാക്ടോസ് എൻറ്റർ ഇൻ ടു ദ ബാക്ടീരിയ. പിടിയിട്ടോ? ഇനി എന്താ? അപ്പോൾ ലാക്ടോസ് ഉള്ളിലേക്ക് കടന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ ലാക്ടോസ് ഉള്ളിലേക്ക് കടന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെർമിയേസ് ലാക്ടോസ് ഹാസ് എൻറ്റേർഡ്. ശരി, ഇതാണ് ലാക്ടോസ്. ഇനി എന്താ സംഭവിക്കേണ്ടത്? ദിസ് ലാക്ടോസ് ഹാസ് ടു ബ്രേക്ക് ഡൗൺ, അല്ലേ? ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ അയാൾക്ക് ചെറിയൊരു മോഡിഫിക്കേഷനും കൂടി കൊടുക്കണം. എന്താ അയാളുടെ മോഡിഫിക്കേഷൻ എന്നറിയോ? സംതിങ് ഹാസ് ടു ഗെറ്റ് ആഡഡ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു അസറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ആ അസറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ യു നീഡ് ടു ഹാവ് അനദർ എൻസൈം കോൾഡ് ആസ് ട്രാൻസ് അസറ്റൈലേസ്.
അസറ്റിലേസ്. മനസ്സിലായോ? അപ്പോൾ ട്രാൻസ് അസറ്റിലേസ് വന്നിട്ട് ഇതിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടേ ഏത് റിയാക്ഷൻ നടക്കുള്ളൂ? അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ഈ റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വേണം? ആദ്യം ഇതിന് എൻട്രി കൊടുക്കണം, പിന്നെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുകയുള്ളൂ. സോ ബേസിക്കലി ചുരുങ്ങിയത് നമുക്ക് എത്ര എൻസൈമിൻ്റെ ആവശ്യമുണ്ട് ഈ ഒരു കാര്യത്തിന്? 3 എണ്ണം അല്ലേ? ചുരുക്കത്തിൽ 3 എൻസൈമിൻ്റെ ആവശ്യമുണ്ട്. പെർമിയേസ് വേണം, ട്രാൻസ് അസറ്റിലേസ് വേണം, പിന്നെ ബീറ്റാ ഗാലക്ടോസിഡേസ് വേണം. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഒരൊറ്റ റിയാക്ഷൻ നടക്കാൻ ഒരു ജീൻ മാത്രമല്ല റെസ്പോൺസിബിൾ എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിച്ച് തന്ന 2 സയൻറ്റിസ്റ്റുകളുടെ പേരാണ് ജേക്കോബ് ആൻഡ് മൊണോഡ്. ആൻഡ് അവർ ആ ഒരു കൂട്ടം ജീനുകളെ അവരെന്താ വിളിച്ചേ? ഓപ്പറോൺ എന്ന് വിളിച്ചു. ഓപ്പറോൺ is nothing but a set of genes that are responsible for the completion of a biochemical reaction. ഓക്കെ, ഈ കൺസെപ്റ്റ് നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് ആരാണ്? ജേക്കബ് ആൻഡ് മൊണോഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. ആൻഡ് ആദ്യമായിട്ട് അവർ കണ്ടുപിടിച്ച ആ ഒരു പ്രോസസ്സ് അത് ഏതായിരുന്നു? ലാക്ടോസിന്റെ മെറ്റബോളിസം ആണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അവർ അതിന് ലാക് ഓപ്പറോൺ എന്നവർ പേര് കൊടുത്തു. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതാണ് ഒരു സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലാക് ഓപ്പറോൺ. അപ്പോൾ ഏതൊക്കെയാ ജീനുകൾ നോക്കൂ, ഏതൊക്കെയാ എൻസൈംസ് നോക്കൂ? ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസ് അസറ്റിലേസ് റെസ്പെക്റ്റീവ്ലി ഗിവൺ ബൈ ഏതൊക്കെ ജീനുകളാ? സെഡ് ജീൻ, വൈ ജീൻ ആൻഡ് എ ജീൻ. 3 ജീനുകളാണ് സെഡ്, വൈ ആൻഡ് എ റെസ്പെക്റ്റീവ്ലി ഗിവിംഗ് റൈസ് ടു ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസ് അസറ്റിലേസ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് ചുരുക്കത്തിലുള്ള 3 എൻസൈംസ്. സപ്പോസ് ലാക്ടോസ്, ഞാൻ മീഡിയത്തിലേക്ക് ലാക്ടോസ് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം, ഞാൻ നേരിട്ട് ഗ്ലൂക്കോസാണ് കൊടുക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ ബീറ്റാ ഗാലക്ടോസിഡേസ് ഒക്കെ ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ അവിടെ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ആ സമയത്ത് ഇത് ഉണ്ടാവാൻ പാടില്ല അല്ലേ? അപ്പോൾ അനാവശ്യമായിട്ട് ഇത് സിന്തസൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സിന്തസൈസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കരുത്? ഈ പ്രോസസ്സ് നടക്കരുത്. ഈ ജീൻ ട്രാൻസ്ക്രിപ്ഷൻ നടക്കരുത്, ട്രാൻസ്ലേഷൻ നടക്കരുത്. ഈ പ്രോട്ടീൻസ് ഒക്കെ എങ്ങനെയാണ് ഫോം ചെയ്യണേ? പ്രോട്ടീൻസ് ആർ ഫോംഡ് ബൈ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫോളോഡ് ബൈ ട്രാൻസ്ലേഷൻ അല്ലേ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ mRNA-യുടെ എന്താണ്, ഒരു RNA പോളിമറൈസിന്റെ സഹായത്തോടു കൂടി ആദ്യം തന്നെ ഒരു മെസ്സഞ്ചർ RNA ഉണ്ടാക്കണം. ആ മെസ്സഞ്ചർ RNA-യുടെ മെസ്സേജ് അനുസരിച്ചിട്ട് നമ്മൾക്കൊരു പ്രോട്ടീൻ കിട്ടുകയാണ് ചെയ്യണേ. ഓക്കെ, അതിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കാൻ പാടില്ല, ഇഫ് ഇറ്റ് ഈസ് നോട്ട് നെസസറി. അപ്പോൾ അതിനെ നിർത്തണ്ടേ? നടക്കാണ്ടിരിക്കണമെങ്കിൽ അവിടെ സംതിങ് ഹാസ് ടു സ്റ്റോപ്പ് ഇറ്റ്, റൈറ്റ്? അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന മോളിക്യൂളാണ് ആര്? റിപ്രസർ. ഉണ്ടോ? അങ്ങനെ ഈ പ്രോസസ്സിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോട്ടീനിന്റെ പേരാണ് റിപ്രസർ. അതും ഒരു പ്രോട്ടീൻ ആണെന്ന് മനസ്സിലാക്കണം, റിപ്രസർ. അപ്പോൾ റിപ്രസർ പ്രോട്ടീൻ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ആൻഡ് അയാളെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ റിപ്രസർ പ്രോട്ടീൻ സാധാരണ ഉള്ള സമയത്ത്, അതായത് ലാക്ടോസ് ഒന്നും മീഡിയത്തിൽ ഇല്ലാത്ത സമയത്ത്, റിപ്രസർ പ്രോട്ടീൻ വിൽ ബി കണ്ടിന്യൂയിങ് with the binding of the operator gene. What is operator gene? Operator gene is something which lies near to the promoter. അപ്പോൾ ഇത് പ്രൊമോട്ടർ ഒക്കെ എവിടെ നിന്നാണ് വന്നേ? അതിന് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് അറിയാത്തവർ പേജ് ഒന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണെന്ന് നോക്കിയിട്ട് വേണം പിന്നെ ബാക്കി വീഡിയോ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നമുക്കറിയാം പ്രൊമോട്ടർ സീക്വൻസ് ഉണ്ട്, പിന്നെ സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, പിന്നെ ടെർമിനേറ്റർ സീക്വൻസ് ഉണ്ട് അല്ലേ? ഈ പ്രൊമോട്ടറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RNA പോളിമറൈസ് വന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പ്രൊമോട്ടറിനകത്ത് RNA പോളിമറൈസ് വിത്ത് സിഗ്മ ഫാക്ടർ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഓപ്പറേറ്ററിൽ ആ റിപ്രസർ പ്രോട്ടീൻ ഇരിക്കുന്നിടത്തോളം കാലം പ്രൊമോട്ടറിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. മനസ്സിലായോ? സോ ഹൂ ഈസ് ആക്ച്വലി ഇൻഹിബിറ്റിംഗ് ദ പ്രോസസ്? ആ റിപ്രസർ പ്രോട്ടീൻ ഈസ് ഇൻഹിബിറ്റിംഗ് ദ പ്രോസസ്. എന്ത് പ്രോസസ്സാണ് അത് ഇൻഹിബിറ്റ് ചെയ്യണേ? ട്രാൻസ്ക്രിപ്ഷൻ നിർത്തുകയാണ്. ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യണില്ല അയാൾ. ഉണ്ടോ? അപ്പോൾ അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് റിപ്രസർ പ്രോട്ടീൻ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, എവിടെ നിന്നാണ് ഇപ്പോൾ ഈ റിപ്രസർ പ്രോട്ടീൻ വന്നേ? ഇറ്റ്സ് എ പ്രോട്ടീൻ, ഇറ്റ് ഷുഡ് ബി സിന്തസൈസ് ബൈ സം അതർ ജീൻ, റൈറ്റ്? അത് സിന്തസൈസ് ചെയ്യുന്ന ജീൻ വേറെ എവിടെയോ ആണ് കിടക്കുന്നതെന്ന് പിന്നീട് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു. തൊട്ടടുത്തൊന്നുമല്ല, മനസ്സിലായി? കുറച്ചും കൂടി ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് നീങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത്. ആ ഒരു ജീൻ കണ്ടോ, ആ ജീനിന് അവർ പേരും കൊടുത്തു. എന്ത് ജീനാ? ഐ ജീൻ എന്ന് പേര് കൊടുത്തു. സോ ഐ ജീൻ വിൽ ട്രാൻസ്ക്രൈബ്, ഇറ്റ് വിൽ മേക്ക് RNA ഫോർ വോട്ട്? റിപ്രസർ ഉണ്ടാക്കാനുള്ള RNA. അതുകൊണ്ട് തന്നെ റിപ്രസർ RNA എന്ന് അവർ പേരിട്ട് കൊടുത്തു. ആൻഡ് ഇറ്റ് വിൽ മേക്ക് വാട്ട്? ബൈ ട്രാൻസ്ലേഷൻ ഇറ്റ് വിൽ മേക്ക് റിപ്രസർ പ്രോട്ടീൻ.
കേട്ടോ. അത് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് നമുക്ക് റിപ്രസർ പ്രോട്ടീൻ കിട്ടും. ഓക്കെ, റൈറ്റ്. ആ റിപ്രസർ പ്രോട്ടീൻ ഇറ്റ് വിൽ ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ കോസിങ് ദ എൻറ്റയർ പ്രോസസ് ടു സ്റ്റോപ്പ്, അല്ലെങ്കിൽ നോട്ട് ടു സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ഇനി എന്താ സംഭവിക്കാന്നറിയോ? സപ്പോസ് നമ്മൾ ലാക്ടോസ് മീഡിയത്തിലേക്ക് ഇട്ട് കൊടുത്താൽ, ദാ ഇയാളാണ് ലാക്ടോസ്, യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ലാക്ടോസ്. ആൻഡ് ലാക്ടോസിന് റിപ്രസറായിട്ട് നല്ല അഫിനിറ്റിയാണ്. എപ്പോൾ ലാക്ടോസിനെ കണ്ടാലും റിപ്രസർ ഓപ്പറേറ്ററിൽ നിന്ന് വന്ന് ലാക്ടോസിന്റെ അടുത്ത് വന്നിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കും, മേക്കിംഗ് ഇറ്റ് വാട്ട്, റിപ്രസറിന് പിന്നെ തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ ഇൻഡ്യൂസർ അവനെ പിടിച്ചു വെക്കും. ആരാ ഇൻഡ്യൂസർ? നമ്മുടെ ലാക്ടോസ് തന്നെയാണ് ഇൻഡ്യൂസർ. സോ ലാക്ടോസ് ആക്ട് ആസ് ഇൻഡ്യൂസർ ആൻഡ് കോസസ് ദ ഇനാക്ടിവേഷൻ ഓഫ് ദ റിപ്രസർ, causing what? Yeah, to make that thing to open. ഇപ്പൊ പ്രൊമോട്ടർ ഒക്കെ ഓപ്പൺ ആയി ഉണ്ടോ? പ്രൊമോട്ടർ ഓപ്പൺ ആയി, RNA പോളിമറൈസ് വിത്ത് സിഗ്മ ഫാക്ടർ വരുന്നു, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു, ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് അത് തുടർന്ന് ട്രാൻസ്ലേഷൻ നടന്ന് നമുക്ക് പ്രോട്ടീൻസ് കിട്ടുന്നു. ആൻഡ് വാട്ട് എവർ ലാക്ടോസ് ഈസ് പ്രസന്റ് ഇൻ ദ മീഡിയം വിൽ ബി ഡൈജസ്റ്റഡ്. നമ്മൾ ലാക്ടോസ് അല്ലേ മീഡിയത്തിൽ ഇട്ട് കൊടുത്തത്, ആ ലാക്ടോസ് കംപ്ലീറ്റ് ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് എന്ത് ജീൻ റെഗുലേഷൻ അഥവാ ഓപ്പറോൺ കൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇത് എന്താ പറയുന്നത്, ഇതിന് രണ്ട് ഇതുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. എന്താ, ഒന്ന് സ്വിച്ച് ഓൺ ആണ്, മറ്റത് സ്വിച്ച് ഓഫ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പെർമനൻ്റ്ലി അണ്ടർ ദ സ്വിച്ച്ഡ് ഓഫ് പൊസിഷനിൽ നിർക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് എൻസൈം ബ്രിങ്സ് അബൌട്ട് ഹൈഡ്രോളിസിസ് ഓഫ് ലാക്ടോസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഗലക്ടോസ്? അപ്പോൾ ഞാൻ പറഞ്ഞ 3 എൻസൈംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ ബേസിസിൽ നമുക്ക് ഇനി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വൺസ് വി കം ടു നോ ദ എൻറ്റയർ കോൺസെപ്റ്റ്, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ഇതിനോട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. തൽക്കാലം ഇവിടുത്തെ ആൻസർ ഭയങ്കര ഈസിയാണ്. എന്താണ്, ഏത് എൻസൈമാണ് ഹൈഡ്രോളിസിസ് ഓഫ് ലാക്ടോസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഗലക്ടോസ്? നമ്മൾ ആദ്യം പറഞ്ഞ എൻസൈം, ദാറ്റ് ഈസ് ബീറ്റാ ഗലക്ടോസിഡേസ്, ഓപ്ഷൻ 4. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് we have reason for deviation of Mendel's dihybrid cross in T.H. Morgan's experiment is എന്താണ്? അപ്പോൾ മെൻഡൽ 3 ലോ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ ഈ 3 ലോയിലും കൂടിയിട്ട് ആദ്യത്തെ 2 ലോ പ്രപ്പോസ് ചെയ്തേക്കണ എന്തിൻ്റെ ബേസിസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു സ്റ്റഡി ഇൻഹെറിറ്റൻസ് ഓഫ് 2 ക്യാരക്ടേഴ്സ് അറ്റ് ദ സെയിം ടൈം, മനസ്സിലായോ? അതായത് നമ്മൾ 2 ക്യാരക്ടേഴ്സിൻ്റെ ഇൻഹെറിറ്റൻസ് ഒരേ സമയത്ത് പഠിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കേസ് പറയാം. ഒരു ഹ്യൂമൻ ബീയിങ്, എ മാൻ വിത്ത് എ curly hair and fair skin, a lady with straight hair and dark skin. ഓക്കെ, അവർക്കൊരു ചൈൽഡ് ഉണ്ടായി. ആ ചൈൽഡ് ഉണ്ടായപ്പോൾ ദ ചൈൽഡ് ഹാപ്പൻ ടു ബി വിത്ത് curly hair. ഓക്കെ, വാട്ട് എവർ ബി ദ സെക്സ് ഓഫ് ദ ചൈൽഡ്, മേ ബി ബോയ് ഓർ ഗേൾ, വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് ആ ചൈൽഡ്, ആ ഒരു കുട്ടിക്ക് curly hair വന്നു. ആൻഡ് curly hair ആരുടെ ഫീച്ചർ ആയിരുന്നു? അച്ഛൻ്റെ ഫീച്ചർ ആയിരുന്നു അല്ലേ? ഈസ് ഇറ്റ് നെസസറി ദാറ്റ് ദ ബേബി വിൽ ബി ഹാവിങ് ദ സ്കിൻ ടോൺ ഓഫ് ഹിസ് ഫാദർ? അതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കുട്ടിക്ക് അച്ഛൻ്റെ പോലെയുള്ള ഹെയർ ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ തന്നെ സ്കിൻ ടോണും ആ കുട്ടിക്ക് കിട്ടിക്കോളം നിർബന്ധമുണ്ടോ? പ്രാക്ടിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ചാൽ പറയാൻ പറ്റും, നിർബന്ധമില്ല അല്ലേ, മാറി വരാം, അമ്മയുടെ സ്കിൻ ടോൺ കിട്ടാം. ശരിയാണല്ലോ? ഇതേ കൺസെപ്റ്റാണ് മെൻ്റൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് പഠിച്ചേ? ഹെയറിൻ്റെ നേച്ചറും പഠിച്ചു, സ്കിന്നിൻ്റെ ടോണും പഠിച്ചു അല്ലേ? അപ്പം എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞേ? ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇവരുടെ ഇൻഹെറിറ്റൻസിന് യാതൊരു റിലേഷനും ഇല്ല. ഇൻഹെറിറ്റൻസ് ഓഫ് 1 ക്യാരക്ടർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി അതർ. മനസ്സിലായോ? ഇതാണ് ബേസിക്കലി മെൻ്റൽ പറഞ്ഞിട്ടുള്ള കാര്യം. വെനെവർ യു ആർ ട്രൈങ് ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ക്യാരക്ടേഴ്സ്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ബോത്ത് ഓഫ് ദം വിൽ ഗോ ടുഗെദർ. ഒരുമിച്ച് അവർ ഒരേപോലത്തെ കോമ്പിനേഷനിൽ പോയിക്കോളാൻ നിർബന്ധമൊന്നും ഇല്ല. മെൻ്റലിന് അങ്ങനെ കിട്ടിയില്ലല്ലോ അല്ലേ? റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ സീഡ്സ് അല്ലേ ആളെടുത്തത്. എന്നിട്ട് പക്ഷേ ഓസ്പ്രിങ്ങിൽ വരുമ്പോൾ എന്ത് കിട്ടിയേ? റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോയും കിട്ടിയില്ലേ? വേറെ പുതിയ കോമ്പിനേഷൻ കിട്ടിയില്ലേ? അതിൽ നിന്നാണ് മെൻ്റൽ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, റൈറ്റ്. ഇനി ഇതേപോലത്തെ എക്സ്പെരിമെന്റ് മോർഗൻ ചെയ്തു. ടി എച്ച് മോർഗൻ ഇതേപോലത്തെ എക്സ്പെരിമെന്റ് ചെയ്തു. എന്നിട്ട്
ശരിക്കും മെന്റലിന് കിട്ടേണ്ട പാരന്റൽ കോമ്പിനേഷൻ എത്രയാണ്? മെൻഡീലിയൻ ക്രോസിൽ പാരന്റൽ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ മെൻഡീലിയൻ ക്രോസ്, മെൻഡൽസ് ഡൈ ഹൈബ്രിഡില് എങ്ങനെയാ റേഷ്യോ കിട്ടിയേ? 9:3:3:1 അല്ലേ? അതിൽ പാരന്റൽ കോമ്പിനേഷൻ എത്രയാ? പാരന്റൽ ടൈപ്സ് ഏതൊക്കെയാ വരാ? 9+1/16 കാണുമ്പോൾ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 62.5% കിട്ടും. ഓക്കെ, പാരന്റൽ ടൈപ്പ് ഓഫ് പ്രോജനി, അതായത് റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ സീഡ്, അതായത് 9ഉം 1ഉം അല്ലേ? ബാക്കിയോ നോൺ പാരന്റൽ ടൈപ്സ് എങ്ങനെയാ കിട്ടിയേ? നോൺ പാരന്റൽ ടൈപ്സ് ഏതൊക്കെയായിരുന്നു? 3+3/16 ഇൻറ്റു 100 നിയർ അബൌട്ട് നമുക്ക് 37.5 കിട്ടും, പെർസെൻറ്റേജ് കിട്ടും. ഇതാണ് മെൻഡീലിയൻ റിസൾട്ട് കേട്ടോ, ഇതാണ് മെൻഡീലിയൻ റിസൾട്ട്. ഇനി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മോർഗന്റെ എക്സ്പെരിമെന്റ് കാണാൻ പറ്റും. മോർഗൻസ് എക്സ്പെരിമെന്റ് കാണാൻ പറ്റും. മോർഗൻസ് എക്സ്പെരിമെന്റിൽ 2 ക്രോസ് അവർ കാണിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ? ക്രോസ് എ കാണിച്ചിട്ടുണ്ട് ആൻഡ് ക്രോസ് ബി കാണിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ക്രോസ് എയിൽ പാരന്റൽ ടൈപ്പിന്റെ താഴെ നമുക്ക് 98.7% എന്നും റീകോമ്പിനന്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലിന്റെ നോൺ പാരന്റൽ ടൈപ്പ് കേട്ടോ. റീകോമ്പിനന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.3% എന്നും കാണാം ക്രോസ് എയില്. ക്രോസ് ബിയിലാവട്ടെ, ക്രോസ് ബിയിലാണെങ്കിൽ പാരന്റൽ ടൈപ്പ് ഇസ് നിയർലി ഈക്വൽ ടു 62.8% or something, okay, and recombinant type consists of 37.2%. Could you get any relationship? നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മെന്റലിന്റെയും മോർഗന്റെയും ക്രോസുകൾ തമ്മിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മെന്റലിന്റെ ക്രോസും മോർഗന്റെ രണ്ടാമത്തെ ക്രോസിന്റെ റിസൾട്ടും ഏകദേശം ഒരുപോലെ അല്ലേ ഇരിക്കുന്നത് അല്ലേ? അതായത് മെന്റലിന് കിട്ടിയിട്ടുള്ള റിസൾട്ടും മോർഗന്റെ രണ്ടാമത്തെ ക്രോസിന്റെ റിസൾട്ടും ഏകദേശം ഒരുപോലെ അല്ലേ? എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മോർഗൻ 2 ക്രോസ് ചെയ്തു, 2 ഡൈഹൈബ്രിഡ് ക്രോസുകൾ ചെയ്തതിൽ ക്രോസ് ബി വാസ് സിമിലർ ടു മെൻഡീലിയൻ റിസൾട്ട്. ഒരു സംശയവും, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നതിന്റെ കാര്യം മെന്റൽ പറഞ്ഞിട്ടുണ്ട്. എന്താ മെന്റൽ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതിന് പിന്നെ വേറെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ എക്സ്പെക്റ്റഡ് 62.5 പകരം 98.7 എന്ന് പറഞ്ഞാൽ നിയർ അബൌട്ട് 99% പാരന്റൽ ടൈപ്പാ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അപ്പോൾ ഡിപ്പെൻഡന്റ് ആണോ ഇവര്? അതായത് ഫാദറിന് ഒരു ക്യാരക്ടർ, 2 ക്യാരക്ടർ ഉണ്ടെങ്കിൽ 2 ക്യാരക്ടർ ഒരുപോലെ തന്നെ മക്കൾക്ക് കിട്ടുന്നു, അതാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? ഫാദറിന്റെ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എക്സാക്ട്ലി ആ 2 ക്യാരക്ടേഴ്സ്. ഇപ്പോൾ അത് നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണെങ്കിൽ ആ കേളി ഹെയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചിട്ട് പറയാം ദാറ്റ് ചൈൽഡ് വിൽ ബി വിത്ത് എ ഫെയർ സ്കിൻ ടോൺ. മനസ്സിലായോ? ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ദിസ് പർട്ടിക്കുലർ കണ്ടീഷൻ, പാരന്റൽ ടൈപ്പ് ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥ. അപ്പൊ ഇത് മെന്റലിന് കിട്ടിയിട്ടുള്ള റിസൾട്ട് അല്ല, ഇത് മെന്റലിന്റെ റിസൾട്ടിൽ നിന്ന് ഡീവിയേഷൻ ആണ്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പാരന്റൽ ട്രേറ്റ് അതേപടി ഓഫ്സ്പ്രിങ്ങിലോട്ട് പോകാനുള്ള സാധ്യത? ഇതിന് മോർഗൻ കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്നറിയോ? വെൻ എവർ ദ ജീൻസ് അണ്ടർ കൺസിഡറേഷൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന 2 ക്യാരക്ടേഴ്സ്, നിങ്ങൾ പഠിക്കുന്ന 2 ക്യാരക്ടേഴ്സ്, അതിൻ്റെ ജീനുകൾ if it happens to be lying very near to each other, ക്രോമസോമിലാണല്ലോ ഈ ജീനുകൾ കിടക്കുന്നത്, ആ ക്രോമസോമിൽ തൊട്ടടുത്താണ് ഈ ജീനുകൾ കിടക്കുന്നതെങ്കിൽ അവർക്ക് ഒരുമിച്ച് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഒരു അടുത്തടുത്തിരിക്കുന്ന വസ്തുക്കൾക്ക് അത് ഒരുമിച്ച് പോകാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ദാറ്റ് ഈസ് എ റീസൺ. പിന്നെ റീകോമ്പിനന്റ് ടൈപ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? അവരുടെ ഇടയിൽ ഒരു ക്രോസിംഗ് ഓവർ വന്നെങ്കിലേ പുതിയൊരു കോമ്പിനേഷൻ കിട്ടുള്ളൂ. ആ ക്രോസിംഗ് ഓവർ വരാനുള്ള സാധ്യത കൂടുതലാണോ കുറവാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. ഇപ്പോൾ 2 ജീനുകൾ അടുത്തിരിക്കുന്നു, ഓക്കെ, അവരുടെ ഇടയിൽ ക്രോസിംഗ് ഓവർ വരണമെങ്കിൽ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടെയാണ് ജീനുകൾ ഇരിക്കുന്നതെങ്കിൽ ഇത്രയും സ്പേസിൽ ക്രോസിംഗ് ഓവർ നടക്കാമല്ലോ, ശരിയല്ലേ? ക്രോസിംഗ് ഓവർ നടന്നാൽ റീകോമ്പിനൻസ് കൂടും.
അപ്പോൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് റീകോമ്പിനൻസ് കുറയണമെങ്കിൽ ക്രോസിംഗ് ഓവറിൻ്റെ സാധ്യത കുറയണം. ക്രോസിംഗ് ഓവറിൻ്റെ സാധ്യത എപ്പോഴാണ് കുറയുക? ഈ ഡിസ്റ്റൻസ് കുറയുമ്പോൾ. മനസ്സിലായോ? സോ നമുക്ക് എന്ത് പറയാം? വെൻ ദ ജീൻസ് അണ്ടർ കൺസിഡറേഷൻ അണ്ടർ സ്റ്റഡി ആർ ലൊക്കേറ്റഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ, രണ്ടെണ്ണം വളരെ അടുത്താണ് കിടക്കുന്നതെങ്കിൽ ചാൻസ് ഓഫ് ക്രോസിംഗ് ഓവർ കുറവായിരിക്കും. ഈ ഒരു ഫിനോമിനെ അദ്ദേഹം വിളിച്ച പേരാണ് ലിങ്കേജ്, ലിങ്ക്ഡ് ജീൻസ്. ഓക്കെ, അങ്ങനെയുള്ള ജീനുകൾ അദ്ദേഹം പറഞ്ഞു ലിങ്ക്ഡ് ജീൻസ് ആണെന്ന് പറഞ്ഞു. രണ്ട് ജീനുകളും ലിങ്ക് ചെയ്തിരിക്കുന്നു. ആൻഡ് ദ ഫിനോമിന ഈസ് കോൾഡ് ആസ് ലിങ്കേജ്. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് വരാം. എന്താണ്? ദ റീസൺ ഫോർ ഡീവിയേഷൻ ഓഫ് മെൻഡൽസ് ഡൈഹൈബ്രിഡ് ക്രോസ് ഇൻ ടി.എച്ച്. മോർഗൻസ് എക്സ്പെരിമെന്റ് ഈസ് നത്തിങ് ബട്ട് ലിങ്കേജ്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത്, given below are two statements. Phenyl ketone urea is an example for pleiotropy. Then ആണോ? ശരിയാണോ? ഫിനൈൽ കീറ്റോൺ യൂറിയ is an example for pleiotropy. ആദ്യം എന്താണ് പ്ലിയോട്രോപ്പി? പ്ലിയോട്രോപ്പി ആൻഡ് പോളിജനിക് ഇൻഹെറിറ്റൻസ് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. പ്ലിയോട്രോപ്പി ആൻഡ് പോളിജനിക് ഇൻഹെറിറ്റൻസ്, ഇത് രണ്ടും കുട്ടികൾക്ക് എപ്പോഴും സംശയമാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. Pleiotropy can be represented as a single gene responsible for many characters. Okay? A single gene responsible for many characters. That is pleiotropy. Polygenic inheritance is a single character is controlled by many genes. ഇതാണ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരിക. മനസ്സിലായോ? എന്താ ഇതിൻ്റെ കൺസെപ്റ്റ്? ഇപ്പോൾ സപ്പോസ് പ്ലിയോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനാണ്. ഫിനൈൽ കീറ്റോൺ യൂറിയ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് അറിയാൻ വെച്ചാൽ ദർ ഇസ് എൻ അമിനോ ആസിഡ് കോൾഡ് ആസ് ഫീനൈൽ അലാനിൻ. ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. നോർമലി ഒരു അസുഖമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന ഈ അമിനോ ആസിഡ് അധികം നേരം അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നേരെ എന്തായിട്ട് മാറും? വേറൊരു അമിനോ ആസിഡ് ആയിട്ടുള്ള ടൈറോസിൻ ആയിട്ട് മാറും. ഓക്കെ, ടൈറോസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ആയിട്ട് മാറും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഓക്കെ, ഈ ഒരു എൻസൈമിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് കൺവേർഷൻ നടക്കുന്നത്. സപ്പോസ് ഓഫ് കോഴ്സ് ഈ ഒരു എൻസൈം എവിടെ നിന്ന് ഉണ്ടാവണം? ജീനിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇറ്റ്സ് എ പ്രോട്ടീൻ അല്ലേ? അപ്പോൾ ഈ എൻസൈം ഉണ്ടാക്കാനുള്ള ജീൻ എന്തോ കാരണവശാൽ ഡാമേജ് ആയിപ്പോയി. എന്തുണ്ടാവും? ഈ എൻസൈം ഫോം ചെയ്യില്ല. എന്ന് പറയുമ്പോൾ എന്താ? ഫിനൈൽ അലാനിൻ ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യില്ല. അപ്പോൾ ഫിനൈൽ അലാനിൻ അവിടെ കിടക്കും. ഫിനൈൽ അലാനിൻ അവിടെ കിടന്നിട്ട് പോയിസണസ് റിയേജൻസ് ആയിട്ട് മാറി അത് നമ്മളുടെ ബോഡിയുടെ പല സ്ഥലത്തും വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്ത് ഈവൻ ബ്രെയിനിലൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് സിവിയർ മെൻ്റൽ റിട്ടാർഡേഷൻ. അതാണ് ഒരു ഔട്ട്കം ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയട്ടെ. ഇത് കഴിഞ്ഞാൽ ഈ ടൈറോസിൻ്റെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെയും കുറേ റിയാക്ഷൻസ് കഴിഞ്ഞിട്ട് ഫൈനലി ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ദ കോമ്പൗണ്ട് കോൾഡ് ആസ് മെലാനിൻ. ഇയാൾ മെലാനിൻ ഉണ്ടാക്കുകയാണ് അവസാനം. സപ്പോസ് ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല എന്ന് വിചാരിക്കാം. അതായത് ഫിനൈൽ ഹൈഡ്രോക്സിലേസ് ഉണ്ടായി, ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്തു, ഫർദർ അത് അടുത്ത കോമ്പൗണ്ട് ആയിട്ട് മാറി, അവസാനം മെലാനിൻ ഉണ്ടാവും. മെലാനിൻ ഈസ് ആക്ച്വലി ഡിറ്റർമിനിങ് ദ സ്കിൻ ടോൺ ഓഫ് എ പേഴ്സൺ, റൈറ്റ്? സപ്പോസ് ഈവൺ അറ്റ് ദിസ് സ്റ്റേജ് ഇറ്റ് ഈസ് ഇന്ററപ്റ്റഡ്. ഈ ഒരു സമയത്ത് തന്നെ അതിന് എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ഫർദർ ബാക്കിയുള്ള റിയാക്ഷൻസ് നടക്കുമോ? ഇല്ല. അപ്പോൾ മെലാനിൻ പ്രൊഡക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പോൾ സ്കിൻ പിഗ്മെന്റേഷൻ, ഡീപിഗ്മെന്റേഷൻ ഓഫ് ദ സ്കിൻ, അത് വേറൊരു ഫീനോടൈപ്പ് അല്ലേ, വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലേ അത്, അല്ലേ? ആദ്യം ഞാൻ എന്താ പറഞ്ഞേ? ബിക്കോസ് ഓഫ് ദി അക്യുമുലേഷൻ ഓഫ് ഫിനൈൽ അലാനിൻ ഇറ്റ് ക്യാൻ കോസ് മെന്റൽ റിട്ടാർഡേഷൻ. അത് ഒരു ഫീച്ചർ. പിന്നെ സ്കിന്നിന്റെ കളർ മാറുന്നത് വേറെ ഫീച്ചർ. മനസ്സിലായോ? രണ്ടും രണ്ട് ഫീനോടൈപ്പുകളാണ്. പക്ഷെ കാരണക്കാരൻ ആരാണ്? ഒരു സിംഗിൾ ജീൻ അല്ലേ? അതാണ് വെൻ എ സിംഗിൾ ജീൻ ഈസ് ആക്ച്വലി കോസിങ് the deviations in more than one character, or if a single gene is controlling more than one character, such a phenomenon is called as pleiotropism. Clear? ഇനി പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മുടെ ഒരു ക്യാരക്ടർ അതിനെ
കുറേ ജീനുകൾ തമ്മിലാണ് കൺട്രോൾ ചെയ്യുന്നത്. സപ്പോസ് ഇപ്പൊ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഐൻസ്റ്റീൻ്റെ ഇന്റലിജൻസ് ഉള്ള ഒരു കുട്ടീനെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. യു നോ വൈ? കാരണം ഈ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ജീൻ പ്രൊഡക്റ്റ് അല്ല. പല ക്രോമസോമുകളിൽ കിടക്കുന്ന ഡിഫറെൻറ്റ് ജീനുകളുടെ അതിൻ്റെ എക്സ്പ്രഷൻ്റെ റിസൾട്ടാണ് ഒരാളുടെ മൊത്തത്തിലുള്ള ഇൻ്റലിജൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഹൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കളർ, ഇതിനൊക്കെ ഇത് എക്സാമ്പിൾസ് ആണ്. ഇതൊന്നും ഒരു സിംഗിൾ ജീൻ കൺട്രോൾ ചെയ്തിട്ടുള്ള ഫീച്ചറുകളല്ല. മനസ്സിലായി? അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ സ്കിൻ കളർ മാറ്റണമെങ്കിൽ ഒരു ജീൻ മാറ്റിയിട്ട് കാര്യമില്ലെന്ന്. ഒരുപാട് ജീനുകളിൽ പല പല ചേഞ്ചസ് നടത്തിയെങ്കിലേ നമ്മുടെ സ്കിൻ ടോണൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പോളിജെനിക്, ആ വാക്കിൽ തന്നെ ഉണ്ട് പോളിജെനിക് ജീനുകൾ ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫീനൈൽ കീറ്റോൺ യൂറിയ. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ പ്ലിയോട്രോപ്പി. കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ലാക്ക് ആൻ എൻസൈം വിച്ച് കൺവേർട്സ് ഫീനൈൽ അലാനിൻ ടു ടൈറോസിൻ. അതും കറക്റ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ ഇസ് ദ correct answer. Okay, right. This is the correct answer. Now next one. Replication of DNA is characterized by. ഇത് നമ്മുടെ molecular basis ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെപ്ലിക്കേഷൻ, DNA റെപ്ലിക്കേഷൻ്റെ പിക്ചർ ആണ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചർ ആണ് ഇത്. റെപ്ലിക്കേഷൻ ഓഫ് DNA is characterized by എന്തൊക്കെയാണെന്ന് നോക്കാം. The direction of replication is 5' to 3' direction. ഒരു സംശയവും വേണ്ട. അത് ഈ സൈഡിലായാലും നിങ്ങൾ എറോ മാർക്ക് എപ്പോഴും നോക്കുക. ഇറ്റ് വിൽ ബി 5 to 3. കണ്ടോ? 5 to 3, 5 to 3, 5 to 3 എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. സോ ദിസ് ഇസ് കറക്റ്റ്. ദിസ് ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓൺലി ടെംപ്ലേറ്റ് വിത്ത് 5', 3' polarity is replicated. ഓൺലി ടെംപ്ലേറ്റ് വിത്ത് 5', 3' polarity is replicated. ആണോ? അങ്ങനെയല്ല. ബോത്ത് ആർ ആക്ടിങ് ആസ് ടെംപ്ലേറ്റ്. കണ്ടോ? പാരന്റൽ സ്ട്രാൻഡ്സ് എന്നാണ്. ഇതും പാരന്റ് ആണ്, ഇതും പാരന്റ് ആണ്. ബോത്ത് ആർ ആക്ടിങ് ആസ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഓർ പാരന്റൽ സ്ട്രാൻഡ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി റെപ്ലിക്കേഷൻ ഇസ് ഇനീഷ്യേറ്റഡ് അറ്റ് ഓറൈ. കറക്റ്റ് ആണ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിലാണ് റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. RNA പോളിമറേസ് കാറ്റലൈസസ് ദ പ്രോസസ്. ശരിയാണ്. നമ്മളുടെ ഈ ഒരു എൻറ്റയർ പ്രോസസ് കാറ്റലൈസ് ചെയ്യുന്നത് RNA പോളിമറേസ് എൻസൈം. Then the daughter molecule formed has one parental strand. The daughter molecule formed has one parental strand. ശരിയാണല്ലോ? നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും എങ്ങനെയാ അത് ഫോം ചെയ്യണേ? സപ്പോസ് ഇങ്ങനെയാണ് 2 സ്ട്രാൻഡ് ഓഫ് DNA എങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ആൻഡ് ഇങ്ങനെയാണ് ഒരു പുതിയ ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാവുക. കണ്ടോ? സോ എപ്പോഴും പുതിയൊരു DNA ഉണ്ടാകുമ്പോൾ 1 of the strand will be of the parental strand, right? അപ്പോൾ അതും കറക്റ്റ് ആണ്. അതും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. The daughter molecule formed has one parental strand. സോ ഇവിടുത്തെ തെറ്റായിട്ടുള്ളത് ഏതാ? B ആണ് തെറ്റ്. സോ A, C, D and E is correct and it comes as option 3. Okay. ഇനി നെക്സ്റ്റ്. Why was Drosophila melanogaster used for studies in genetics? അത് നമ്മുടെ മോർഗന്റെ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ they could be cultured easily in the monastery. That is the reason. That is one of the reason. Okay. അത് പക്ഷെ നമ്മുടെ പിന്നെ അടുത്തത് എന്താ? They showed many contrasting traits. ഉണ്ട്, ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്. അതായത് ഐ കളറിൽ റെഡും യെല്ലോ, പിന്നെ ബോഡി കളറിൽ ബ്രൗൺ, റെഡ് ആൻഡ് വൈറ്റ് ഐ കളർ, ബ്രൗൺ ആൻഡ് യെല്ലോ ബോഡി കളർ, പിന്നെ നോർമൽ ആൻഡ് മിനിയേച്ചർ വിങ്സ്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ദ ജനറേഷൻ ടൈം വാസ് 1 year ഇല്ല, വെറും 2 weeks കൊണ്ട് നമുക്ക് പുതിയ ട്രേറ്റ് ജനറേഷൻ കിട്ടുമായിരുന്നു. അത് തെറ്റാ. ദർ വാസ് ക്ലിയർ ഡിഫറൻസിയേഷൻ ഓഫ് സെക്സസ്. അത് വേണം നമുക്ക്, കാരണം നമുക്ക് ഒരു എക്സ്പെരിമെന്റ് നടത്തണമെങ്കിൽ യു ഹാവ് ടു കണ്ടക്ട് മീറ്റിംഗ് ഇവന്റ്സ്. അപ്പോൾ അവിടെ മെയിൽ ആൻഡ് ഫീമെയിലിനെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. ഇത് ഡ്രോസോഫില എന്ന് പറഞ്ഞ ചെറിയ ഇൻസെക്റ്റ് ആണെങ്കിലും കൂടെ മെയിൽ ചെറുതും ഫീമെയിൽ വലുതുമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിലിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ക്ലിയർ കട്ട് ഡിഫറൻസിയേഷൻ ഓഫ് സെക്സസ് കാണും, കറക്റ്റ് ആണ്. കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് കാണും. വെരി ഫ്യൂ പ്രോജനി ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സിംഗിൾ മേറ്റിംഗ്. അങ്ങനെയല്ല, ഒരുപാട് പ്രോജനീസ്, വെരി ഫ്യൂ അല്ല, ഇത് തെറ്റാണ്. ന്യൂമറസ് പ്രോജനീസ് വിൽ ബി ഒബ്റ്റൈൻഡ്. അപ്പോൾ ഇവിടെ എന്താണ്, വൈ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ
ജനറ്റിക് സ്റ്റഡീസ്, അതായത് ഈസിലി കൾച്ചർഡ് ഇൻ മൊണാസ്ട്രിയിൽ മാത്രമല്ല എവിടെ വേണമെങ്കിൽ ഇൻ ലബോറട്ടറി, മൊണാസ്ട്രിയിലല്ല ലബോറട്ടറിയിലാണ് നമുക്ക് ഇവിടെ നമ്മൾ ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും നമുക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ട് എടുക്കാം. സോ കറക്റ്റ് ആയിട്ടുള്ള ഏത് മാത്രമൊക്കെയാണ്? ബി ആൻഡ് ഡി. ബി ആൻഡ് ഡി ഓൺലി കറക്റ്റ്. ഓക്കെ. ദെൻ a student was repeating the experiment of Alfred Hershey and Martha Chase. Results obtained by him are shown in the given figure. Select the biomolecule that was radioactively labeled by the student for his experiment. Okay. അപ്പോൾ ഹെർഷേ ചേസ് എക്സ്പെരിമെന്റിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ലേബലിങ്സ് ആരൊക്കെയാണ്? സൾഫർ ആൻഡ് ഫോസ്ഫറസിന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് അവർ എടുത്തിട്ടുള്ളത്. സൾഫർ 35 ആൻഡ് ഫോസ്ഫറസ് 32. ഓക്കെ. നോയിങ് ദ ഫാക്ട് ദാറ്റ് sulfur is not present in DNA but in the protein coat of bacteriophage. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ എക്സ്പെരിമെന്റിന്റെ മെയിൻ താരം ആരാണ്? ബാക്ടീരിയോഫേജ് ആണ്. ബാക്ടീരിയോഫേജിന് ആകെ 2 ഭാഗമേ ഉള്ളൂ. വാട്ട് ഈസ് ബാക്ടീരിയോഫേജ്? ദ വൈറസ് ഇൻഫെക്ടിങ് ബാക്ടീരിയ. അതിന് ആകെ 2 പോർഷനേ ഉള്ളൂ. ഒന്നൊരു പ്രോട്ടീൻ കോട്ട്, ഒന്ന് അതിനുള്ളത് ജനറ്റിക് മെറ്റീരിയൽ. നമുക്കൊരു ഡാറ്റ ക്ലിയർ ആയിട്ട് അറിയാം. എന്താണെന്ന് അറിയോ? പ്രോട്ടീൻ കോട്ട്, അതിന്റെ മുകളിലുള്ള പ്രോട്ടീൻ കോട്ട് ഉണ്ടല്ലോ, അതില് ഫോസ്ഫറസ് ഇല്ല. ആൻഡ് അതിൻ്റെ അകത്ത് കിടക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ വാട്ട് എവർ ഇറ്റ് ഈസ്, DNA RNA എന്താണെങ്കിലും ആവട്ടെ, അതിൽ സൾഫർ ഇല്ല. അതുകൊണ്ടാണ് അവർ ആ 2 എലമെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഒരെണ്ണത്തിൽ അത് ഉണ്ടാവണം, ഒരെണ്ണത്തിൽ അത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. അപ്പൊ ക്ലിയർ ആയിട്ട് പ്രോട്ടീൻ കോട്ടിൽ എന്തില്ല? ഫോസ്ഫറസ് ഇല്ല. മറ്റേതിൽ സൾഫറും ഇല്ല. ഏതില്? DNA സൾഫറും ഇല്ല. അങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് എന്തെന്നാ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിൽ എന്താ കിട്ടിയേ? പെല്ലറ്റ്, റേഡിയോ ആക്റ്റീവ് പെല്ലറ്റ്സ് കിട്ടി. റേഡിയോ ആക്റ്റീവ് പെല്ലറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ബാക്ടീരിയ ഉള്ളതാണ്. എപ്പോഴും താഴെ കിടക്കുന്നത് ബാക്ടീരിയ. ഈ എക്സ്പെരിമെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ താഴെ കിടക്കുന്നത് ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ ഉള്ള റേഡിയോ ആക്റ്റീവ് എലമെന്റ് അത് ഏതാണെന്ന് ഇവർക്ക് മനസ്സിലായി. ബാക്ടീരിയയുടെ ഉള്ളിൽ റേഡിയോ ആക്റ്റീവ് എലമെന്റ് P32 ആണെന്ന് ഇവർക്ക് മനസ്സിലായി. മനസ്സിലായോ? P32 ആണ് ബാക്ടീരിയയുടെ ഉള്ളിൽ വരുന്നത്. കാരണം നമുക്ക് ആ ഒരു കണ്ടോ, കണ്ടില്ലേ? P32 റേഡിയോ ആക്റ്റീവ് ബാക്ടീരിയയുടെ ഉള്ളിൽ P32 വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഇവിടെ P32 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ 2 പ്രാവശ്യമായിട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. അത് ഒരുമിച്ച് നടത്തുന്നതല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? S35 വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്തു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? S35 ഉപയോഗിക്കാതെ സാധാരണ സൾഫറും ഫോസ്ഫറസിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്തു. ഉണ്ടോ? അപ്പൊ ഫോസ്ഫറസിന്റെ ഇട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബാക്ടീരിയയുടെ ഉള്ളിൽ റേഡിയോ ആക്ടിവിറ്റി കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബാക്ടീരിയയുടെ ഉള്ളിൽ എന്ത് വന്നിട്ടുണ്ട്? ഫോസ്ഫറസ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തറിയാം? ഫോസ്ഫറസ് ഇസ് എ പാർട്ട് ഓഫ് DNA എന്നറിയാം. അപ്പൊ അവരെന്ത് കൺക്ലൂഡ് ചെയ്തു? ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് DNA ആണ്, പ്രോട്ടീൻ കോട്ടിംഗ് അല്ല. മനസ്സിലായോ? ഇനി ഇവിടെ അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഇവിടെ അവർക്ക് ബാക്ടീരിയയുടെ ഉള്ളിൽ റേഡിയോ ആക്ടിവിറ്റി കിട്ടിയിട്ടുണ്ടാവോ? ഇല്ല. കാരണം ഇതിന്റെ ഉള്ളിലും ഫോസ്ഫറസ് വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ P32 ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ റേഡിയോ ആക്ടിവിറ്റി കിട്ടില്ല. ബാക്ടീരിയയുടെ ഉള്ളിൽ റേഡിയോ ആക്ടിവിറ്റി കിട്ടില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഹെർഷേ ചേസ് എക്സ്പെരിമെന്റ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ P32 കിട്ടിയതിന്റെ പേരിൽ DNA ഓഫ് ദി ബാക്ടീരിയോഫേജ് വിത്ത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണെന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ. പ്ലാസ്മിഡ് ഓഫ് ഈക്കോളൈ അതിലെല്ലാം എടുക്കുന്നത്. പിന്നെ പ്രോട്ടീൻസ് ഓഫ് ബാക്ടീരിയോഫേജ് വിത്ത് റേഡിയോ ആക്റ്റീവ് സൾഫർ അല്ലല്ലോ. കാരണം പെല്ലറ്റ് വിത്ത് റേഡിയോ ആക്റ്റീവ് ഇവിടെയല്ലേ കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ നൈറ്റന്റിലാണ് കിട്ടേണ്ടത്. റേഡിയോ ആക്റ്റീവ് സൾഫർ ആണെങ്കിൽ സൂപ്പർ നൈറ്റന്റിലാണ് റേഡിയോ ആക്ടിവിറ്റി കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ ഇത് താഴെ കിട്ടിയതിന്റെ പേരിൽ അത് P32 ആണ്. ദെൻ ക്രോമസോമൽ മോളിക്യൂൾ DNA ഓഫ് ഈക്കോളൈ വിത്ത് റേഡിയോ ആക്റ്റീവ് സൾഫർ. അപ്പോൾ ഈക്കോളൈ അല്ല, ഇവിടെ രണ്ടും ബാക്ടീരിയോഫേജിന്റെ കേസാണ്. സോ DNA ഓഫ് ദ ബാക്ടീരിയോഫേജ് വിത്ത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു 7 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. കുറേ ഡീറ്റെയിൽസ് നമ്മൾ അത്യാവശ്യം നമ്മൾ 2 ചാപ്റ്റേഴ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഒരു 15 to 20 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. സോ വിത്ത് ദീസ് ഡീറ്റെയിൽസ്, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പാർട്ട് 2 കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. സോ until we meet in part 2, we shall wind up. Okay, thank you. Hello all. നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്.
അതിൽ 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ, രണ്ടാമത്തെ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതിൻ്റെ ഓൾറെഡി പാർട്ട് 1 നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ട് വേണം പാർട്ട് 2 കാണാൻ. കാരണം കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പാർട്ട് 1-ൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്നതിൽ ഈ ഒരു വീഡിയോയിൽ ആ സെയിം ടോപ്പിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മളൊരു രണ്ടാമതൊരു എക്സ്പ്ലനേഷൻ പറയില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഓൾവേസ് ഐ പ്രിഫർ യു ടു ഗോ ത്രൂ ദ ഫസ്റ്റ് സെഷൻ. ആദ്യം ഫസ്റ്റ് സെഷൻ കാണുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് സെഷൻ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ വിൽ കണ്ടിന്യൂ വിത്ത് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓഫ് CUET. എന്താണ് ഇത്? ദിസ് ഇസ് ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് അല്ലേ? അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് എക്സ്പെരിമെന്റ് പെർഫോംഡ് ബൈ ഗ്രിഫിത്ത് ഇൻ കറക്റ്റ് സീരീസ്. ഏതാ ചാപ്റ്റർ? മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിൽ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിക്കുന്ന 2-3 എക്സ്പെരിമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ്, 2 ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് DNA ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പേര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ആരാ? എവരി മക്ലിയോഡ് ആൻഡ് മെക്കാർത്തി. ഇതെല്ലാം കഴിഞ്ഞ് DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് അൺഇക്വിവോക്കൽ പ്രൂഫ് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഹെർഷേ-ചേസ് എക്സ്പെരിമെന്റ്. അങ്ങനെ 3 എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ടു പ്രൂവ് ദാറ്റ് DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, അതിൽ ആദ്യത്തെ എക്സ്പെരിമെന്റ് ആണ് ഗ്രിഫിത്തിന്റെ. അപ്പോൾ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് എങ്ങനെയൊക്കെയാണ് ചെയ്തത്? അദ്ദേഹം ഒരു ബാക്ടീരിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ, ന്യൂമോണിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയ, എന്താ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം എന്താ? ഈ ബാക്ടീരിയയ്ക്ക് മെയിൻ ആയിട്ട് 2 സ്ട്രെയിൻസ് ഉണ്ട്. ഒന്ന് R സ്ട്രെയിൻ ഉണ്ട്, ഒന്ന് S സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഈ R സ്ട്രെയിൻ S സ്ട്രെയിൻ്റെ ഒക്കെ വ്യത്യാസം എന്താ? എന്താണ് R സ്ട്രെയിൻ ആൻഡ് S സ്ട്രെയിൻ്റെ വ്യത്യാസം? Rന്റെ പേരാണ് റഫ് സ്ട്രെയിൻ, ഓക്കെ, ആൻഡ് S സ്ട്രെയിൻ ഇസ് സ്മൂത്ത് സ്ട്രെയിൻ. S ഈസ് സ്മൂത്ത് സ്ട്രെയിൻ. ഓക്കെ, സ്മൂത്ത് സ്ട്രെയിൻ, റഫ് സ്ട്രെയിൻ ആൻഡ് സ്മൂത്ത് സ്ട്രെയിൻ. ഈ റഫ് സ്ട്രെയിനിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയക്ക് ഏകദേശം ഇങ്ങനെ ആയിരിക്കും. പക്ഷെ സ്മൂത്ത് സ്ട്രെയിൻ അങ്ങനെയല്ല. സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുറ്റും നല്ല ഭംഗിയുള്ള ഒരു കോട്ടിങ്ങും കൂടെ ഉണ്ടാവും. മനസ്സിലായോ? ഈ ബാക്ടീരിയയുടെ ചുറ്റും നല്ല ഭംഗിയുള്ള കോട്ടിങ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ്, ആ കോട്ടിങ്ങുള്ളതിൻ്റെ പേരിലാണ് അത് സ്മൂത്ത് ആയിട്ട് കാണുന്നത്. ഇതിൽ ഏതിനാണ് ഡിസീസ് കോസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കാണ്. ദിസ് ഈസ് കോൾഡ് ആസ് വിറുലന്റ് സ്ട്രെയിൻ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നോൺ വിറുലന്റ് സ്ട്രെയിൻ. ഓക്കെ, ദിസ് ഈസ് നോൺ വിറുലന്റ് സ്ട്രെയിൻ. കാരണം എന്താണെന്നറിയാമോ? ഇവർ 2 പേരും സപ്പോസ് നമ്മൾ അറ്റാക്ക് ചെയ്യാന്ന് വിചാരിക്കുക. 2 പേർക്കും ന്യൂമോണിയ കോസ് ചെയ്യാൻ പറ്റും കേട്ടോ. 2 പേർക്കും ന്യൂമോണിയ കോസ് ചെയ്യാൻ പറ്റുമേ. പക്ഷേ ഈ നോൺ വിറുലന്റ് സ്ട്രെയിൻ നമ്മൾ അറ്റാക്ക് ചെയ്താൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വെറുതെ ഇരിക്കുമോ? ഇല്ലല്ലോ, നമുക്ക് ഡിഫൻസ് മെക്കാനിസം ഇല്ലേ. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വന്നിട്ട് നോൺ വിറുലന്റിനെ അല്ലെങ്കിൽ ആ ഒരു റഫ് സ്ട്രെയിനെ ഈസി ആയിട്ട് അതിനെ കൊന്നുകളയും. അപ്പം നമുക്ക് അസുഖം വരില്ല. നേരെ മറിച്ച് സ്മൂത്ത് സ്ട്രെയിൻ ആണെങ്കിൽ അതിന് ഭയങ്കര കോട്ടിങ് ഉള്ളതാണ് അല്ലേ, എക്സ്ട്രാ കവറിങ് ഉള്ളതാണ്. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തോറ്റുപോകും അവിടെ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിനെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് നമ്മൾക്ക് അസുഖം വരുത്താൻ പറ്റും. ഡു ഗെറ്റ് ദ ഡിഫറൻസ്? ഇത് നമ്മുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ജനറ്റിക് എക്സ്പെരിമെൻ്റ് ഒന്നും ഹ്യൂമൻ ബീങ്സിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ ആരെ സെലക്ട് ചെയ്തു? റാറ്റിനെ സെലക്ട് ചെയ്തു, മൈസിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് മൈസിലേക്ക് നമ്മൾ ഇത് 2 ഇഞ്ചെക്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മളൊരു R സ്ട്രെയിൻ ഒരു മൈസിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ മൈസിന് ന്യൂമോണിയ വരുമോ? ഇല്ല, കാരണം മൈസിന് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ. നേരെ മറിച്ച് S സ്ട്രെയിൻ കൊടുത്താലോ മൈസ് മരിക്കുമോ? മരിച്ചു, മൈസ് മരിച്ചു. കാരണം എന്താ? ന്യൂമോണിയ വന്ന് മരിച്ചു. കാരണം S സ്ട്രെയിൻ ക്യാൻ കോസ് ഡിസീസ്. ഓക്കെ, അതാണ് ആദ്യം അദ്ദേഹം ചെയ്ത 2 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഓർഡർ വൈസ് പറയുകയാണെങ്കിൽ ആദ്യം R സ്ട്രെയിൻ കുത്തിവെച്ചു, എലിക്ക് പ്രശ്നമില്ല. പിന്നെ S സ്ട്രെയിൻ കുത്തിവെച്ചു, എലി മരിച്ചുപോയി. മൂന്നാമത് ആൾ എന്താ ചെയ്തെന്നറിയോ? S സ്ട്രെയിൻ ഉണ്ടല്ലോ, S സ്ട്രെയിൻ കുറച്ചെടുത്തിട്ട് വേറൊരു ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് അസലായിട്ട് അതിനെ തിളപ്പിച്ചു, നന്നായിട്ട് അതിനെ തിളപ്പിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ മരിക്കുമല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ തിളച്ച വെള്ളം കുടിക്കുന്നേ അല്ലേ? തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ പറയുന്നത് കൊണ്ടാ മാക്സിമം അതിൻ്റെ ഉള്ളിൽ മൈക്രോ ഓർഗാനിസംസ് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇവിടെ അത് സംഭവിക്കും. അപ്പം നമ്മൾ അതിനെന്ന് പറയും ഹീറ്റ് കിൽഡ് S ആയി അത് അല്ലേ, ഹീറ്റ് കിൽഡ് S. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക. എലി മരിക്കുമോ? സ്വാഭാവികമായിട്ടും ഇല്ല. കാരണം അവിടെ കില്ല് ചെയ്തിട്ടുള്ളതല്ലേ, ഹീറ്റ് കിൽഡ് S അല്ലേ, എലിക്കൊരു പ്രശ്നവും ഇല്ല. 4ാമത്തെ പ്രാവശ്യം ആൾ എന്താ ചെയ്തെന്നറിയോ? ഗ്രിഫിത്ത് എന്താ ചെയ്തെന്നറിയോ?
ആ ടെസ്റ്റ് ട്യൂബിനകത്ത്, ഹീറ്റ് കിൽ ടെസ്റ്റ് ട്യൂബിനകത്ത് കുറച്ച് ലൈവ് ആർ ഇട്ടു. അപ്പോൾ അതിൻ്റെ ഉള്ള ഓൾറെഡി ഹീറ്റ് കിൽ ടെസ്റ്റ് ഉണ്ട്, കുറച്ച് ലൈവ് ആയിട്ടുള്ള, അതായത് ജീവനുള്ള ആർ സ്ട്രെയിൻ ഇട്ടു, എന്നിട്ട് അത് ഇഞ്ചെക്ട് ചെയ്തു. ഈ ലൈവ് ആറിന് ഡിസീസ് കോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഹീറ്റ് കിൽ ടെസ്റ്റിന് ഡിസീസ് കോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇത് രണ്ടും കൂടിയുള്ള മിക്സ്ചർ ഉള്ള ആ ഒരു സൊല്യൂഷനിൽ നിന്ന് സൊല്യൂഷൻ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എലി മരിച്ചുപോയി. അപ്പോൾ എലി മരണകാരണം നോക്കിയപ്പോൾ എന്താ, അതിനകത്ത് ലൈവ് എസ് കണ്ടു. ലൈവ് എസ് വിച്ച് വാസ് കോസിങ് ന്യൂമോണിയ കണ്ടു. പക്ഷെ നമ്മൾ ലൈവ് എസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇത് എത്ര ആലോചിച്ചിട്ടും ഗ്രിഫിത്തിന് മനസ്സിലായുള്ള എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പൊ ഗ്രിഫിത്ത് എന്താ കൺക്ലൂഡ് ചെയ്തെന്ന് അറിയാമോ? ഗ്രിഫിത്ത് കൺക്ലൂഡഡ് ദാറ്റ് സം ഓഫ് ദ ലൈവ് ആർ വാസ് കൺവേർട്ടഡ് ടു ലൈവ് എസ്. ഓക്കെ, ലൈവ് ആറ് ലൈവ് എസ് ആയിട്ട് മാറി. എങ്ങനെ മാറി? അപ്പൊ അതിൽ വേറെ എന്തോ കിടക്കുന്നുണ്ടല്ലോ. എന്താ കിടക്കുന്നേ? ഹീറ്റ് കിൽഡ് എസ് കിടക്കുന്നില്ലേ? ഈ ഹീറ്റ് കിൽഡ് എസ്സിലുള്ള എന്തോ ഒരു കമ്പോണന്റ്, ഇതൊന്നും എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല കേട്ടോ, എന്തോ ഒരു കമ്പോണന്റ് ആ സൊല്യൂഷനിലൂടെ വന്നിട്ട് ലൈവ് ആറിലോട്ട് എൻ്റർ ചെയ്യുന്നു. ആ ലൈവ് ആറിലോട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ലൈവ് ആർ ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫോംഡ് ടു ലൈവ് എസ്. അങ്ങനെ അദ്ദേഹം ആ ഒരു പ്രോസസ്സിന് ട്രാൻസ്ഫോർമേഷൻ എന്ന് പേരിട്ട് കൊടുത്തു. ബട്ട് വാട്ട് വാസ് ബീൻ ട്രാൻസ്ഫേർഡ് അതറിയില്ല. എന്താണ് ഹീറ്റ് കിൽ എസ് നിന്ന് എന്ത് വസ്തുവാണ് ഇത് ലൈവ് ആറിനെ ലൈവ് എസ് ആക്കി മാറ്റിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവണില്ല. അപ്പോൾ അദ്ദേഹം അതിന് കോമൺ ആയിട്ട് ഒരു പേര് കൊടുത്തു, ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ. കാരണം എന്താ, ലൈവ് ആറിനെ ലൈവ് എസ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ടല്ലോ അയാൾക്ക്. അപ്പോൾ അതിനെ ആ ഒരു വസ്തുവിനെ അദ്ദേഹം വിളിച്ചത് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്നാണ്. ദിസ് ഇസ് ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും? ആദ്യം തന്നെ ആർ സ്ട്രെയിൻ, ഓക്കെ, ആർ സ്ട്രെയിൻ, then S strain, then R strain S strain heat killed injected to mice, and the combination. Arrange the following steps performed by Griffith in correct species. അപ്പോൾ നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും വരാം? ഓക്കെ, ഐദർ ദിസ് ഓർ ദിസ്, സി ഓർ ബി ആയിരിക്കും ആദ്യം വരാം. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇവിടെ സി ഓപ്ഷൻ ഫസ്റ്റ് വന്നില്ല, നമുക്ക് ബി എടുത്തു നോക്കാം. ബി ആണെങ്കിൽ ബി അല്ല, സോറി, എസ് ട്രെയിൻ ഇഞ്ചക്റ്റഡ് ടു മൈസ്. ഓക്കെ, എസ് ട്രെയിൻ ഇഞ്ചക്റ്റഡ് ടു മൈസ്, മൈസ് കിൽഡ് 1. ആർ സ്ട്രെയിൻ ഇഞ്ചക്ട് ചെയ്തു, സോ മൈസ് വാസ് ഡൈഡ്. ആർ സ്ട്രെയിൻ ഇഞ്ചക്ട് ചെയ്തു, മൈസിന് പ്രശ്നമില്ല, അപ്പോൾ 2. പിന്നെ എന്ത് ചെയ്തു? ഹീറ്റ് കിൽഡ് എസ് ട്രെയിൻ ഇഞ്ചക്ട് ചെയ്തു, മൈസ് ലീവ്ഡ് 3. ആൻഡ് കോമ്പിനേഷൻ ഇഞ്ചക്ട് ചെയ്തപ്പോൾ മൈസിന് പ്രശ്നമില്ല, നമ്പർ 4. സോ ഓപ്ഷൻ എങ്ങനെ വരും? എ, സി, ബി ആൻഡ് ഡി. ഓക്കെ, ആൻഡ് ഓപ്ഷൻ 4. റൈറ്റ്, സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ എക്സ്പെരിമെന്റ് എന്താണെന്ന് അറിയണമെന്ന് മാത്രം. നെക്സ്റ്റ് വൺ ഇതാ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെൻഡീലിയൻ ഡിസോർഡർ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് മെൻഡീലിയൻ ഡിസോർഡർ എന്നും എന്താണ് ക്രോമസോമൽ ഡിസോർഡർ എന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. സോ ഹീമോഫീലിയ മെൻഡീലിയൻ ഡിസോർഡർ ആണ്. ഹീമോഫീലിയ ഈസ് എ മെൻഡീലിയൻ ഡിസോർഡർ വിച്ച് ക്യാൻ ബി പ്രഡിക്റ്റഡ്. ഹീമോഫീലിയയുടെ ഒക്കറൻസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. സിക്കിൾ സെൽ അനീമിയ ഈസ് എ മെൻഡീലിയൻ ഡിസോർഡർ. ക്രോസ് നോക്കിയിട്ട് നമുക്ക് പറയാം 50% സിക്കിൾ സെൽ അനീമിയ വരെയുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഡൗൺ സിൻഡ്രോം സാധ്യതകൾ പറയാൻ പറ്റില്ല. ഓക്കെ, ഫീനാൽ കീറ്റോൺയൂറിയ നമുക്ക് സാധ്യത പറയാൻ പറ്റും. ക്രോസ് ചെയ്ത് നോക്കിയിട്ട് സാധ്യത പറയാൻ പറ്റും. കാരണം ഇതൊക്കെ എന്തിന്റെ റിസൾട്ടാണ്? മെൻഡീലിയൻ ഡിസോർഡർ ഈസ് ബിക്കോസ് ഓഫ് പോയിന്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷൻ. ഓക്കെ, എന്താ പോയിന്റ് മ്യൂട്ടേഷന്റെ കേസ്? ഇറ്റ് ക്യാൻ ബി ഇൻഹെറിറ്റഡ്. ഓക്കെ, മാത്രമല്ല അതിൻ്റെ ചാൻസ് ഓഫ് ഇൻഹെറിറ്റൻസ് can be predicted. Hence we call it as Mendelian disorder. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ മെൻഡീലിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 100% ബോയ് ആണെങ്കിൽ ആ കുട്ടിക്ക് അസുഖം ഉണ്ടാവും, അല്ലെങ്കിൽ 25% ആണ് ഒരു ബോയ് ആണെങ്കിൽ 25% അസുഖം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ മെൻഡീലിയൻ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൗൺ സിൻഡ്രോം അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ക്രോമസോമൽ ഡിസോർഡർ. റൈറ്റ്, അടുത്തത്. സോ ഇവിടുത്തെ ഓപ്ഷൻ 3. നെക്സ്റ്റ്,
മാച്ച് ദ ഫോളോയിങ് ആണ്. മെറ്റബോളിക് ഡിസോർഡർ ഏതാണ്? പിന്നെ പെഡിഗ്രി അനാലിസിസ് വഴി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതാണ്? താലസീമിയ എന്താണ്? ട്രൈസോമി എന്താണ്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്. മെറ്റബോളിക് ഡിസോർഡർ ആയിട്ട് വരുന്നത് ഫീനാൽ കീറ്റോൺയൂറിയ ആണ്. ഓക്കെ, പെഡിഗ്രി അനാലിസിസ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഫാമിലി ട്രീ ഓവർ ജനറേഷൻ. പെഡിഗ്രി അനാലിസിസ് വഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മെൻഡീലിയൻ ഡിസോർഡേഴ്സ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ പെഡിഗ്രി അനാലിസിസ് ആൻഡ് ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ കാരിയോടൈപ്പ് അനാലിസിസ്. മനസ്സിലായി? ഇത് രണ്ട് ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ഫോർ ദ റെസ്പെക്റ്റീവ് ഡിസോർഡേഴ്സ്, റൈറ്റ്? Thalassemia is a blood-related disease. Thalassemia is a blood-related disease. And trisomy 21 is leading to Down syndrome. Okay. So option വന്നിട്ട് D4, then B1 വരും. So this is the correct option. Okay. A3, B1, C1, I mean C2 and D4, right? So this option is correct. Next one. Identify the statement true for RNA. RNA act as genetic material for some viruses. ശരിയാണ്. Retroviruses എങ്ങനത്തെ viruses ആണ്? Retroviruses with reverse transcription. AIDS virus is an example. Okay. RNA also functions as an adapter. Yes, correct ആണ്. That is, example is tRNA act as adapter. RNA has hexose. തെറ്റ്. Hexose അല്ല. It has ribose sugar as its backbone. Then RNA also act as catalyst. Correct ആണ്. ഏതാണ്? It is called as ribozyme. Ribozyme. Example is 23S rRNA acting as enzyme. Okay. 4. എന്താ? Peptide bond formation. Peptide bond formation during translation. കേട്ടോ, പ്രോട്ടീൻ സിന്തസിസിൽ ട്രാൻസ്ലേഷൻ്റെ സമയത്ത് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എൻസൈമാണ് ഏത്? 23S rRNA. അത് പ്രോട്ടീൻ അല്ല, അതൊരു RNA ആണ്. സോ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് ആൻ എൻസൈം ഓൾസോ, റൈറ്റ്? സോ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് കാറ്റലിസ്റ്റ്. സോ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് A, B and D. A, B and D are correct. Identify the statement true അല്ലേ? A, B and D. C ഇല്ല, A, B and D. So this is the option. Option 2. Next. Match list 1 with 2. Ribosome. Ribosome is concerned with the process of translation. Translation സമയത്ത് മാത്രമേ നമുക്ക് റൈബോസോമിൻ്റെ ആവശ്യമുള്ളൂ. Histones are proteins that help for coiling to make nucleosomes. DNA polymerase enzyme is used in replication for making new strands of DNA. And RNA polymerase is used for making mRNA during transcription. Okay. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ട്രാൻസ്ലേഷനിൽ റൈബോസോമിൻ്റെ റോൾ എന്താണ്? ഹിസ്റ്റോൺസ് ഇൻ ന്യൂക്ലിയോസോം. അപ്പോൾ ഇതൊക്കെ ഇനി ഒരു ഫർദർ ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നതാണ് കേട്ടോ. ആൻഡ് ബോത്ത് ദീസ് എൻസൈംസ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ആൻഡ് സി what is replication and what is transcription? Replication is a process which happens only and only during the time of cell division. അല്ലാതെ നമ്മൾ ബോഡിയിൽ വെറുതെ റെപ്ലിക്കേഷൻ ഒന്നും നടക്കില്ല കേട്ടോ. റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? വെൻ എവർ സം ഓഫ് ദ സെൽസ് ഇൻ അവർ ബോഡി ആർ ഡിവൈഡിങ് കേട്ടോ. റെപ്ലിക്കേഷൻ ഹാപ്പൻസ് ഇൻ ഡിവൈഡിങ് സെൽസ്. ഡിവൈഡിങ് സെൽസ്. ഓക്കെ. whereas transcription and translation happens in all living cells throughout. ഒരു സെല്ല് ജീവനുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കണ്ടേ? ആ മെറ്റബോളിക് റിയാക്ഷൻ നടക്കണമെങ്കിൽ എൻസൈംസ് ആവശ്യമുണ്ട്. സോ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ത്രൂ ഔട്ട് 24/7 നടക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും എല്ലാം കേട്ടോ. ഓക്കെ. സോ ഇവിടുത്തെ ഓപ്ഷൻ വന്നിട്ട് ഏതാ വരാം? A3 B4. A3 B4 വന്നിട്ട് ഇത് വരും. ഓക്കെ. സോ C1 and D2. ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ next one. In DNA, N-glycosidic linkage is between ആര് തമ്മിലാണ്? N-glycosidic linkage. അപ്പോൾ this is the sugar molecule. Okay. ഇതാണ് നമ്മുടെ sugar molecule. And this is ഇത് ഓരോന്ന് നമുക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഷുഗർ മോളിക്യൂൾ വരച്ച് നോക്കാം. So this is the pentose sugar molecule. And here we can see this is the first carbon, second carbon, third carbon, fourth carbon and fifth carbon. Okay. First carbon HOH group ഉണ്ട്. And ഇവിടുത്തെ OH ൻ്റെ കൂടെ
you can find a nitrogen base attached with the help of a bond called as N-glycosidic bond, right? ഇവിടെയാണ് നമ്മൾ പറയുന്ന N-glycosidic bond വരുന്നത്. Okay, and ഇവിടെ because it is DNA, here we will get H. RNA ആണെങ്കിൽ ഇവിടെ OH വരും കേട്ടോ. അതാണ് DNA RNA തമ്മിലുള്ള ഷുഗറിന്റെ വ്യത്യാസം. ഇത് ഡീഓക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ അത് RNA-ലാണെങ്കിൽ അത് റൈബോസ് ഷുഗർ ആയിരിക്കും. റൈബോസ് ആണെങ്കിൽ ഇവിടെ OH, അത്രേ ഉള്ളൂ. ആൻഡ് ഹിയർ വി ഹാവ് അനദർ OH, റിയാക്റ്റീവ് OH വേറെ ഉണ്ട് ഇവിടെ. പിന്നെ C5-ലോട്ട് എന്താ, കാർബൺ 5-ന്റെ OH-ലോട്ട് ഫോസ്ഫറസ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ദിസ് ഇസ് എ ന്യൂക്ലിയോടൈഡ്. ഓക്കെ, അപ്പോൾ ഇൻ DNA N-glycosidic linkage is present between ആരൊക്കെയാണ്? A nitrogenous base and the pentose sugar. Okay, nitrogenous base and the pentose sugar. So option 2 ആണ് correct. Then who performed experiments on Vishia Faba to prove that DNA replicates semi-conservatively? അപ്പോൾ DNA replication semi-conservative ആണ് സജസ്റ്റ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. അപ്പോൾ അവിടെ നമ്മൾ കുറേ ഒന്നുകൊണ്ട് ശ്രദ്ധിക്കണം, ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് സജസ്റ്റ് ചെയ്തിട്ട് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്രാൻസിസ് ക്രിക്ക് ആണ്. പക്ഷെ ഇത് സെമി കൺസർവേറ്റീവ് ആണെന്ന് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുള്ളത് മാത്യു മിസൽസൺ ആൻഡ് സ്റ്റോൾ ആണ് ഇൻ പ്രോകാരിയോട്സ് കേട്ടോ. മിസൽസൺ ആൻഡ് സ്റ്റോൾ ഇൻ പ്രോകാരിയോട്സ്. ഇത് തന്നെ യൂകാരിയോട്ട് ആയിട്ടുള്ള വിഷിയ ഫാബയിൽ പ്രൂവ് ചെയ്തിട്ടുള്ളത് ടെയ്ലർ ആൻഡ് ഹിസ് കൊളീഗ്സ് ആണ് കേട്ടോ. ഒരു ഇൻഫർമേഷൻ കൂടെ ഞാൻ പറയാം. ഹി യൂസ്ഡ് റേഡിയോ ആക്റ്റീവ് thymine for the process as per your textbook. And ഇവർ യൂസ് ചെയ്തത് എന്താണ്? ഇവർ യൂസ് ചെയ്തത് heavy isotope of nitrogen. That is N15 instead of N14. They used N15, right? വ്യത്യാസം എത്രേ ഉള്ളൂ, അത് പ്രോകാരിയോട്ടിൽ പ്രൂവ് ചെയ്തപ്പോൾ ഇത് പ്രൂവ് ചെയ്തത് യൂകാരിയോട്ടിലാണെന്ന് മാത്രം. Then next one, which of the following represents a test cross in which half of the offspring is heterozygous and half would be homozygous recessive? ഇതിൽ ഏത് ചെയ്താലാണ് നമുക്ക് പകുതി ഹെട്രോസൈഗസും പകുതി റിസസീവും കിട്ടുന്നത്? അങ്ങനെ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് രണ്ട് ഇത് വരണമല്ലോ. അതായത് ക്യാപിറ്റൽ T ടെസ്റ്റ് ക്രോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. അത് ശരി, നമുക്ക് ഓപ്ഷൻസ് എങ്ങനെയൊക്കെ ഒഴിവാക്കാം. ടെസ്റ്റ് ക്രോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു പാരന്റ് ഫുൾ ഷുഡ് ബി റിസസീവ് ആയിരിക്കും അല്ലെ, കംപ്ലീറ്റ്ലി റിസസീവ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല നമുക്ക്. അത് നമുക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ട് റിസസീവ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവിനല്ലേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതാണോ അതാണോ വരുന്നത്? രണ്ട് ഓപ്ഷനേ ബാക്കിയുള്ളൂ. ഇതിൽ നമുക്ക് എന്താ കിട്ടുക? ഇതിൽ ഒരു ക്യാപിറ്റൽ T ഒരു സ്മോൾ t വരും. എൻറ്റയർ ഓഫ്സ്പ്രിങ്സ് എങ്ങനെയായിരിക്കും? ഒരു ടൈപ്പ് ഓഫ്സ്പ്രിങ് ഉണ്ടാവുള്ളൂ, ദാറ്റ് വിൽ ബി ഹെട്രോസൈഗസ്. അതിലെങ്ങനെ വരിക? ക്യാപിറ്റൽ T സ്മോൾ t ഇൻറ്റു ക്യാപിറ്റൽ T സ്മോൾ t ഇൻറ്റു സ്മോൾ t അല്ലേ? സോ ഇതിൽ നിന്ന് ക്യാപിറ്റൽ T ആൻഡ് സ്മോൾ t വരും, ആൻഡ് ഇതിൽ നിന്ന് സ്മോൾ t മാത്രം വരും, ആൻഡ് യു വിൽ ഗെറ്റ് ടു ടൈപ്സ് ഓഫ് ഓഫ്സ്പ്രിങ്സ്. കണ്ടല്ലോ, ക്യാപിറ്റൽ T സ്മോൾ t ആൻഡ് സ്മോൾ t. സോ ദിസ് ഈസ് എ correct answer. Okay, so ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഹെട്രോസൈഗസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫൈൻ. ആൻഡ് ഹൂ ഹാസ് ഡിവൈസ് ദ ടെസ്റ്റ് ക്രോസ്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ. അദ്ദേഹം ഡിവൈസ് ചെയ്തിട്ടുള്ളതാണ് ടെസ്റ്റ് ക്രോസ്. Then we have, in which phase of the cell cycle does replication take place? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. That happens in the S phase or synthesis phase. Okay, and that is a subpart of what? It is a subpart of interphase. Interphase-ൽ G1 S, G2-ന്റെ S phase-ലാണ് DNA replication നടക്കുന്നത്. Then in Hershey-Chase experiment, some viruses grew on the medium that contain. Already we have discussed. We have seen those clippings, and it is nothing but P32 and S35. This is the correct answer. Okay. Then, which of the following is a recessive trait for garden pea plant? ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാ ഡോമിനന്റ്, ഏതൊക്കെയാ റിസസീവ്? ആദ്യം കൊടുത്തിട്ടുള്ളതെല്ലാം ഡോമിനന്റും പിന്നെ കൊടുത്തിട്ടുള്ളത് റിസസീവ് ആണ്. സോ റൗണ്ട് ഡോമിനന്റ് ആണ്. കൺസ്ട്രിക്റ്റഡ് കണ്ടോ,
ഇതിൻ്റെ ഡോമിനൻറ്റ് ഇൻഫ്ലേറ്റഡ് ആണ്. ദെൻ ടോള് വന്നിട്ട് ഡോമിനൻ്റ് ആണ്, വയലറ്റും ഡോമിനൻ്റ് ആണ്. സോ violet flower color is dominant. So here the answer is constricted port is an example for recessive trait chosen by Mendel. Then nucleosome is എന്താണ് ന്യൂക്ലിയോസോം? പോസിറ്റീവ്ലി ചാർജ് ഡി എൻ എപ്പോഴും നെഗറ്റീവ് ചാർജ് ആണ് ഉറപ്പിച്ച് വെക്കുക കേട്ടോ. DNA has got negative charge. It is because it is acidic. Deoxyribonucleic acid is acidic. So wrapped around negatively charged histone octamer or negatively charged DNA wrapped upon positively charged histone octamer. എന്തായാലും ഇതല്ല. ഓക്കെ, ആൻഡ് നെഗറ്റീവ് ഒരുമിച്ച് നിൽക്കില്ല, റിപ്പൽ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ് DNA റൗണ്ട് അറൗണ്ട് പോസിറ്റീവ്ലി ചാർജ് ഹിസ്റ്റോൺ ഒക്ടാമർ. അപ്പോൾ ഹിസ്റ്റോൺ പോസിറ്റീവ് ചാർജ് വേണമെങ്കിൽ ഹിസ്റ്റോൺ ഷുഡ് ബി ബേസിക്. ഓക്കെ, ഓൾ ഹിസ്റ്റോൺസ് ആർ ബേസിക് പ്രോട്ടീൻസ്. ഹിസ്റ്റോൺസ് എന്താവണം? ബേസിക് ആയിരിക്കണം. ബേസിക് പ്രോട്ടീൻ. അപ്പോൾ ആ ബേസിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ബേസിക് അമിനോ ആസിഡ്സ്. ഏതൊക്കെയാണ് ബേസിക് അമിനോ ആസിഡ്സ് ഹിസ്റ്റോൺസിൽ കൂടുതലുള്ളത്? യെസ്, ഇറ്റ് ഈസ് ലൈസിൻ ആൻഡ് അർജിനിൻ. അപ്പോൾ അബണ്ടന്റ് ആയിരിക്കും. ദാറ്റ് മേക്സ് ഇറ്റ് മോർ ആൻഡ് മോർ ബേസിക് സോ ദാറ്റ് അസിഡിക് DNA ക്യാൻ വൈൻഡ് ഓൺ ഇറ്റ് ടൈറ്റ്ലി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഹിസ്റ്റോൺ. സോ ഇവിടെ ഒക്ടാമർ എന്ന് പറയുമ്പോൾ എത്ര ഹിസ്റ്റോൺസ് ഉണ്ട്? ഹിയർ യു ഗെറ്റ് 8 histones. Okay, in 2 tiers, and this is also a histone that is not a part of the histone octamer. That is histone aanu vechina, it is H1 histone. H1 histone is not a part of histone octamer. Okay, transforming principle was given by transforming principle ഞാൻ നേരത്തെ പറഞ്ഞു. ഏത് സയന്റിസ്റ്റ് ആണ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിച്ചതും ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ആരാണ്? ഫ്രെഡറിക് ഗ്രിഫിത്ത്. Okay, then which disorder is caused by substitution of glutamic acid by valine at the 6th position of beta globin chain of hemoglobin? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്ന മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പോർഷനിൽ വരുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ആ ഒരു ഡാറ്റ തന്നിട്ടുള്ളത്. സോ ഇതിൽ ദിസ് ഈസ് ബിക്കോസ് ഓഫ് വാട്ട്? സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അസുഖമാണ് പ്രശ്നം. സിക്കിൾ സെൽ അനീമിയ മീൻസ് എന്താണ്? RBC ബിക്കം സിക്കിൾ ഷേപ്ഡ്. എന്തുകൊണ്ടാണ് ഒരു സിക്കിൾ ഷേപ്ഡ് ആവുന്നത്? ബിക്കോസ് ദേ കൻ നോട്ട് ബൈൻഡ് ഓക്സിജൻ ടു ഇറ്റ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബിക്കോസ് ഓഫ് ദെയർ സിക്കിൾ ഷേപ്പ് ദേ ആർ നോട്ട് ഏബിൾ ടു ബൈൻഡ് ടു ഓക്സിജൻ. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് ഇവർ സിക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് ഓക്സിജൻ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഇവർക്ക് ഓക്സിജൻ ബൈൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവർ സിക്കിൾ സെല്ലായിട്ട് മാറുന്നത്. മനസ്സിലായി? വളഞ്ഞിരിക്കുന്ന ഒരു ചെറിയ അരിവാൾ പോലെ ഇരിക്കുന്ന സെൽസ് ആയിട്ട് മാറും. നല്ല ഭംഗിയുള്ള ഓവൽ ബൈക്കോൺകേവ് ആയിട്ടിരിക്കേണ്ട ആൾക്കാർ വളഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക? അത് ചെറിയ കാപ്പിലറീസിൽ പോകുമ്പോൾ അത് അവിടെ ക്ലോഗ് ചെയ്ത് കിടക്കും. മനസ്സിലായോ? അവിടെ തടസ്സങ്ങളായിട്ട് അവിടെ കിടക്കും. അപ്പം ബ്ലഡ് ക്ലോട്ടുകൾ വരും. അപ്പം അങ്ങനെയാണ് ഇത് അപകടം എന്ന് പറയുന്നത്. പിന്നെ കറക്റ്റായിട്ട് ഓക്സിജൻ എത്താൻ പറ്റില്ല പല സ്ഥലത്തും. അപ്പോൾ അനീമിക് ആയിരിക്കും നമ്മൾ. ഓക്കെ, റൈറ്റ്. ആൻഡ് ഇതെന്താ റീസൺ? എന്തുകൊണ്ടാണ് ഇവർക്ക് ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത? ഓക്സിജൻ അഫിനിറ്റി കുറയാൻ കാരണം എന്താ? ചെറിയ റീസൺ ഉള്ളൂ. നോക്കൂ, ഹിമോഗ്ലോബിനിൽ 4 ചെയിനാണ് ഉള്ളത്. ഇഫ് യു റിമെമ്പർ, ഹിമോഗ്ലോബിനകത്ത് 4 ചെയിൻസ് ഉണ്ട്. അത് ഏതൊക്കെ ഓർമ്മ ഉണ്ടോ? ഇറ്റ് ഈസ് 2 ആൽഫ ചെയിൻ, ആൽഫ ഗ്ലോബിൻ ചെയിൻ ഉണ്ട്. പിന്നെ നമുക്ക് 2 ബീറ്റാ ഗ്ലോബിൻ ചെയിനും കാണാം. ആൽഫ ഗ്ലോബിൻ ചെയിൻ ആൻഡ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ കാണാം. ആൻഡ് ഇതിൽ ഓരോന്നും എന്താ? പോളിപെപ്റ്റൈഡ് ചെയിനുകളാണ്. ആൻഡ് ദേ ആർ ലിങ്ക്ഡ് ബൈ, ഡു റിമെമ്പർ, ദേ ആർ ലിങ്ക്ഡ് ബൈ എ കോമൺ ഫാക്ടർ. ഉണ്ടോ? ലിങ്ക്ഡ് ബൈ അയേൺ, റൈറ്റ്? അപ്പോൾ ദാറ്റ് ഈസ് എ കേസ്. ഇതിൽ എന്താണ്? ഇതാണ് നോർമൽ ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് ഹിമോഗ്ലോബിൻ. സോ ആൽഫ ചെയിനിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബീറ്റ ചെയിൻ്റെ കേസിൽ നോക്കൂ, ഫസ്റ്റ് വൺ വെലൈൻ, ഹിസ്റ്റഡിൻ, ലൂസിൻ, ത്രിയോണിൻ, പ്രൊലൈൻ, വെലൈൻ. ഇവിടെ ശരിക്കും വരേണ്ടത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. കണ്ടോ? വെരി ഇമ്പോർട്ടൻറ്റ്. ദ നമ്പർ, ദ ടൈപ്പ് ഓഫ് ദി അമിനോ ആസിഡ്സ്, ഇതൊക്കെ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു അമിനോ ആസിഡ് മാറിയാൽ അത് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യണില്ല. അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ പകരം വെലൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വരുമ്പോൾ അതിൻ്റെ എന്താ കുറഞ്ഞത്? ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി കുറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആൽഫ ചെയിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ സി ദിസ് പോയിന്റ് മ്യൂട്ടേഷൻ ഇസ് കോസിങ് വാട്ട് സോർട്ട് ഓഫ് ഡാമേജ്? മനസ്സിലായല്ലോ? സോ ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ട്? മ്യൂട്ടേഷൻ. ആൻഡ് ദാറ്റ് വിൽ കോസ് ദ ഡിസീസ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, ദെൻ ലിസ്റ്റ് 1, 2 ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്.
These are all structural genes. അതിൽ I gene will give you repressor protein. A gene, ZYA, Z will give you beta galactosidase. Then Y will give you permease, and A will be giving you transacetylase. So it is the A4, then B comes with 3. So this is the correct option. Okay, right. And അത് ഇതിലായിരുന്നു നമ്മുടെ ലാക്കോപ്രോണിന്റെ സ്ട്രക്ചറൽ ജീനുകളാണ് അതെല്ലാവരും. അമിനോ ആസിഡ് ഈസ് അറ്റാച്ച്ഡ് ടു വിച്ച് സൈറ്റ് ഓഫ് tRNA? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫിഗർ ആണ് ഇത്. ഉണ്ടോ? ഈ ഫിഗർ പ്രകാരം ഏത് സൈറ്റാണ് tRNAയുടെ ഏത് സൈറ്റിലാണ് അമിനോ ആസിഡ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്? അറ്റ് ദ 3' end. At the 3' end. Okay, right. Next. Given below is a DNA coding sequence. Its complementary strand would read as. എങ്ങനെ അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് എങ്ങനെയാണ് വായിക്കുക? അപ്പോൾ നമുക്ക് അത്ര സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് എഴുതി നോക്കാം. GTATTACG അല്ലേ? നമ്മൾ പൊളാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പൊളാരിറ്റി ഇങ്ങനെയല്ലേ തന്നിട്ടുള്ളത്? ഓക്കെ, സോ ഓപ്പോസിറ്റ് പൊളാരിറ്റി നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും? C, ഫസ്റ്റ് വൺ C, then AT, G, C, 5'. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ളത് ചിലത് 5' തന്നിട്ടുണ്ട്, ചിലത് 3' തന്നിട്ടുണ്ട്. ശരിയാണല്ലോ? നമുക്ക് 5' ഉള്ളത് സോ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ given below is a DNA is a coding sequence. മനസ്സിലായി? കോഡിംഗ് സീക്വൻസിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ DNA തന്നെയാണ്. അപ്പൊ പിന്നെ അവിടെ U വരാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ U വരാൻ പാടില്ല. അപ്പൊ U വരുന്നതൊക്കെ നമുക്കിവിടെ കട്ട് ചെയ്യാം. മനസ്സിലായല്ലോ? കോംപ്ലിമെന്ററി സ്ട്രാൻഡ്, കോംപ്ലിമെന്ററി RNA എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് U വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏതാ? ഇത് വരാൻ പറ്റില്ല. ദെൻ ഇത് വരില്ല. സോ CATAATGC അത് 3', 5' ആണ്. CATAATGC ഉണ്ടോ? ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് വേറെ നമുക്ക് ഒന്നും ആലോചിക്കാനില്ല. കോംപ്ലിമെന്ററി സ്റ്റാൻഡ് അല്ലേ, DNA കോംപ്ലിമെന്ററി സ്റ്റാൻഡിൽ ഒരിക്കലും എന്ത് വരില്ല? U വരില്ല. അപ്പോൾ U വരുന്നതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, റൈറ്റ്. ദെൻ when one of the parent has A blood group and other parent has O blood group, then their child can have A blood group ആണ്. A ആണെങ്കിൽ എങ്ങനെയൊക്കെ വരാം? The parent can be ഒന്നല്ലെങ്കിൽ ഇങ്ങനെ വരാം, or the parent can be IAI. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചോയ്സ്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്ങനെയാന്ന്. പക്ഷേ അതർ പേഴ്സൺ ഈസ് O അല്ലേ? ഓക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഒരു കണ്ടീഷൻ നമുക്ക് അറിയില്ല ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വരാം? അപ്പോൾ ഇതില് നമുക്ക് ഗാമേറ്റ്സ് IA വരാം അല്ലേ? ഇതിലാണെങ്കിൽ ഗാമേറ്റ്സ് IAയും വരാം, അതുപോലെ സ്മോൾ ലെറ്റർ ഐയും വരാം ഗാമേറ്റ് ആയിട്ട്. ആൻഡ് ഇതിലാണെങ്കിൽ സ്മോൾ ലെറ്റർ I. അപ്പൊ നമുക്കിവിടെ മാക്സിമം പോസിബിലിറ്റി എന്താണ്? ഐദർ ഇത് ഈ ഗാമേറ്റ്, ഈ സ്പേം അല്ലെങ്കിൽ ഈ പാരന്റിന്റെ ഈ ഗാമേറ്റ് ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഏത് ഗ്രൂപ്പ് ആയിരിക്കും? A ഗ്രൂപ്പ് ആയിരിക്കും. ഓർ ഇങ്ങനെയാണെങ്കിൽ ദ പേഴ്സൺ വിൽ ബി O ഗ്രൂപ്പ്. റൈറ്റ്? ക്യാൻ ബി ഐദർ A or O, provided it is not given that the person with A group is homozygous or heterozygous. മനസ്സിലായോ? അത് തരാത്തിടത്തോളം കാലം ഇത് രണ്ടും പോസിബിൾ ആണ്. അതല്ല, ഇപ്പൊ നിങ്ങൾക്ക് the parent with A blood group is homozygous എന്ന് തരികയാണെങ്കിൽ പിന്നെ ഇവിടെ ഈ പോസിബിലിറ്റി ഇല്ല. കണ്ടോ? ഹോമോസൈഗസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏത് ഗ്രൂപ്പ് മാത്രമേ വരുള്ളൂ? A ഗ്രൂപ്പ് മാത്രമേ വരുള്ളൂ. അതല്ല ഹെട്രോസൈഗസ് ആണെന്ന് ഉറപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും വരാം. അഗെയിൻ ഇതേപോലെ തന്നെ പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ന്യൂക്ലിയോസോം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് മോളിക്യൂൾസ് ഓഫ് ഹിസ്റ്റോൺസ്. മൊത്തം ന്യൂക്ലിയോസോമിൽ 8 ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ട്, പ്ലസ് ഒരു ഹിസ്റ്റോൺ ഒരു സൈഡിലുണ്ടല്ലോ അല്ലേ? H1 ഹിസ്റ്റോൺ ഈസ് ഓൾസോ ദെയർ. സോ ഒക്ടാമറിന്റെ പോർഷൻ ആയിട്ട് നമുക്ക് 8 എന്ന് പറയാം. പക്ഷെ ഒരു ന്യൂക്ലിയോസോം എന്ന് പറയുമ്പോൾ എന്താണ്? ഒക്ടാമർ വിത്ത് ദ അസോസിയേറ്റഡ് DNA അല്ലേ? അപ്പോൾ H1 ഹിസ്റ്റോണും കൂടി നമ്മൾ കൂട്ടണമല്ലോ. സോ ദ ആൻസർ ബിക്കംസ് 9. സാധാരണ കുട്ടികൾക്ക് ഇത് കൺഫ്യൂഷൻ ആയിട്ട് 8 എന്ന് എഴുതി വെക്കാറുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഇസ്
sex in human embryo is determined by, നമ്മൾ ലോവർ ക്ലാസ്സിലോട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എക്സ് ക്രോമോസോം ഓഫ് എഗ് അല്ല, എക്സ് ഓർ വൈ ക്രോമോസോം ഓഫ് സ്പേം, ഓൺലി വൈ ക്രോമോസോം ഓഫ് സ്പേം, ഹെൽത്ത് ഓഫ് ദ മദർ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അല്ല. സെക്സ് ഇൻ ദ ഹ്യൂമൻ എംബ്രിയോ ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ എക്സ് ഓർ വൈ ക്രോമോസോം ഓഫ് ദി sperm. If the sperm is having X chromosome, then the child will be a female child, and if it happens to be the Y chromosome of the sperm, it happens to be a male child, right? Appo X or Y chromosome of the sperm, that is determining the sex in the human body. Okay, then which of the following pair of contrasting traits was not studied by Mendel? Pink and white flowers അല്ല, violet and white flowers ആണ്. ഇൻഫ്ലേറ്റഡ് കൺസ്ട്രക്റ്റഡ് പഠിച്ചിട്ടുണ്ട്, ആക്സിയൽ ടെർമിനൽ ഫ്ലവേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഗ്രീൻ ആൻഡ് യെല്ലോ പോട്ട്സ് പഠിച്ചിട്ടുണ്ട്. പിങ്ക് വരുന്നത് എന്താ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലാണ്. സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ദെൻ വി ഹാവ് ഫെയിലിയർ ഓഫ് ക്രോമാറ്റിഡ്സ് ടു സെഗ്രിഗേറ്റ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ നിറയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് റിസൾട്ട് ഇൻ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആൻഡ് the condition is called as aneuploidy. Aneuploidy may result in trisomy. Basically trisomy cause ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് trisomy of autosome, example Down syndrome. Trisomy of sex chromosome result in Klinefelter syndrome. Monosomy വരാം, monosomy of sex chromosome. Monosomy of sex chromosome result in Turner syndrome. കേട്ടോ, അപ്പോൾ ഇതൊക്കെ because of the failure of chromatids to segregate during cell division. Why? Because of the abnormal functioning of the spindle. Okay, we have already explained it. Now, next one. Select the correctly matched pair about sickle cell anemia. നോക്കാം. ഇത് HbA എന്ന് പറയുന്നത് adult hemoglobin ആണ് കേട്ടോ. HbA is adult hemoglobin. Adult hemoglobin, that is normal. Adult hemoglobin normal ആണ്. സോ ഇങ്ങനെയാണ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഹി ഈസ് നോർമൽ, നോട്ട് ഡിസീസ്ഡ്. ഡിസീസ് അല്ല. HbA HbS എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ്സ് എ കാരിയർ. ഇറ്റ്സ് എ കാരിയർ ഓഫ് ദ ഡിസീസ്, റൈറ്റ്? ദെൻ അപ്പോൾ ഇത് തെറ്റ്. പിന്നെ HbS ഡിസീസ്ഡ് ആണ്. HbS ഡിസീസ് കോസ് ചെയ്യും, എനിമിക് ആയിരിക്കും. HbA കാരിയർ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം അല്ല, നമുക്ക് C and D മാത്രമേ കറക്റ്റ് ആയിട്ട് ആൻസർ വരുവുള്ളൂ. ഓക്കെ, റൈറ്റ്. ഇനി നെക്സ്റ്റ് വൺ, മാച്ച് ദ സയന്റിസ്റ്റിന്റെ കേസുകളാണ്. സട്ടൺ ആൻഡ് ബോവറി, ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. സ്റ്റർട്ടീവൻ, ജനറ്റിക് മാപ്പ്. ലിങ്കേജ് കഴിഞ്ഞിട്ട് മോർഗൻ ലിങ്കേജ് പറഞ്ഞതിന്റെ പിന്നാലെ സ്റ്റർട്ടീവൻ എന്ത് ചെയ്തു, ഹി ടുക്ക് ദ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ആസ് ദ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ജീൻസ്. നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ലിങ്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിങ്കേജ് എന്ന് പറയുമ്പോൾ രണ്ട് ജീനുകളുടെ ക്ലോസ് അസോസിയേഷൻ ആണ്. അപ്പോൾ ആ ലിങ്കേജ് കൂടുമ്പോൾ റീകോമ്പിനേഷൻ കുറയും കേട്ടോ. അതാണ് ബേസിക് കൺസെപ്റ്റ്. അത് വെച്ചിട്ട് ഹി ട്രൈഡ് ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദ ജീൻസ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. ആ സ്റ്റർട്ടീവൻ, അതിനെ അങ്ങനെ ക്രോമോസോം മാപ്പിംഗ് എന്ന് നമ്മൾ പറയും. ഒരു ക്രോമോസോമിൽ ജീനുകൾ എവിടെ കിടക്കുന്നു എന്ന് നമുക്ക് ഏകദേശം പറയാൻ പറ്റുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ദെൻ ഹെൻഗിങ് ഈസ് റിലേറ്റഡ് ടു സെക്സ് ഡിറ്റർമിനേഷൻ. എക്സ് ബോഡി, എക്സ് ക്രോമോസോമിന്റെ ഇമ്പോർട്ടൻസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഹെൻകിങ്. ആൻഡ് ഗ്രിഫിത്ത്, ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാക്ടീരിയ. ഓക്കെ, സോ D3 വരുന്നത് ഇതാണ്, ദെൻ ഹെൻകിങ് 1 വരുന്നത് ഇതാണ്. സോ ദിസ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, റൈറ്റ്. Now with that we have completed discussing a few questions from the two chapters, Principles of Inheritance and Molecular Basis of Inheritance. ഇതല്ല, ഇത് മാത്രമല്ല, ഈ രണ്ട് ചാപ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ആപ്ലിക്കേഷൻ ലെവലിലുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഹെൻസ് എൻട്രൻസ് CUT പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷന് കുട്ടികൾക്ക് ഈ ചാപ്റ്റേഴ്സിനകത്തുള്ള ആ ഒരു ബേസിക് നോളജ് ഡെഫിനറ്റായിട്ട് അവർ ശ്രദ്ധിക്കും. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് ദീസ് 2 ചാപ്റ്റേഴ്സ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക ആൻഡ് പ്രിപ്പറേഷനൊക്കെ നന്നായി നടക്കട്ടെ. So I hope this video is helpful for you, and thank you for watching. Thank you.